വാക്കിന്റെ മഫ്ഹൂമില് കടന്നു വരാത്തതുപോലെയാണ് അത് വായിച്ചാൽ മനസ്സിലാവുക. അപ്പൊ ഇതിന്റെ ലായിസത്ത മിൻ ഷൈനിഹ അല്ലാത്തല്ല. കാരണം ഒരു ആർത്തവ വിരാമം വന്ന പ്രായമുള്ള സ്ത്രീയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ സ്ഥിതി എന്നാൽ അവർ തലാഖ് ചെല്ലപ്പെടാൻ സാധാരണ വഴിയില്ല എന്നുള്ളതാണ്. ലിയാനമൻ അമ്ല ജമന സൗജിയ. കാരണം ഒരു പുരുഷൻ അയാള് അയാളുടെ ദാമ്പത്യ ജീവിതം കഴിച്ചുകൂട്ടി മാമ്രാത്തിൻ ഒരു സ്ത്രീയുടെ കൂടെ മിനൽ മഹിർ, അങ്ങനെ പ്രായം നിന്ന് അവർ ആർത്തവവിരാമം എത്തി. എന്നാൽ കാനമിൻ മുക്തവ, പ്രകൃതിയുടെ സ്വാഭാവികമായ തേട്ടം, വൽ ഫിത്ര, ഫിത്രത്തിന്റെയും സ്വാഭാവികമായിട്ടുള്ള താല്പര്യം, അവൻ അദബി ശർഇ വദ്ദീൻ, അതോടൊപ്പം തന്നെ ഷർഇന്റെയും ദീനിന്റെയും ഒരു അദബ് എന്ന് പറയുന്നത് ആ പുരുഷൻ അവളോടുള്ള അഹദ് നിലനിർത്തണം, അവളോടുള്ള സ്നേഹം ശരിയായി പരിപാലനം ചെയ്തു പോരണം. ബിബഖാഇഹ അലാ ഇസ്മത്തി സൗജിയ, അതെങ്ങനെ വേണം? ദാമ്പത്യ ബന്ധത്തിൽ അവളെ വീണ്ടും സുരക്ഷിതയായി നിർത്തിക്കൊണ്ട് നിലക്ക് പോകണം. അതായത് ഒരു ശാരീരിക മോഹങ്ങൾക്കൊന്നും പിന്നെ വലിയ പ്രസക്തി ഉണ്ടാവില്ല, എന്നാലും അത്രയും കാലം ഒരുമിച്ച് ജീവിച്ചവർ എന്നുള്ള നിലക്ക് ആ ഒരു മൈൻഡില് അവരെ വളരെ മാന്യമായി നിലനിർത്തിക്കൊണ്ടു പോകാനാണ് പുരുഷൻ ചെയ്യേണ്ടത് ആ പ്രായത്തിലുള്ളവരുടെ കാര്യത്തിൽ. ഇനി വൈൻകാര വാദം സുഫഹായിലായ ഹത്രിമുദ്രിക്കലെ ഷർത്തവില്ല. ചില മഹാവിഡ്ഢികള് ഇത്രയും കാലത്ത് നീണ്ട ബന്ധമൊന്നും ഒരു പരിഗണനയും കൽപ്പിക്കാതെ, അതിനോടൊരു പവിത്രതയും കാണിക്കാതെ അവർക്ക് പറ്റാതാകുമ്പോൾ എന്നെ ഒഴിവാക്കുന്നവരുണ്ട്. അങ്ങനെ ചില സ്വഭാവങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒലായുറാവുന്ന ദാരിക്കൽ മീസാക്കൽ ഖലീൽ, ആ ഭദ്രമായ കരാറിനെ ഒട്ടും മാനിക്കാത്തവരും ആയിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. ഫയുഖ്ദിമു അലാ തലാഖി ആയിഷ, അങ്ങനെയുള്ളവന്മാരെന്ത് ചെയ്യും? ആർത്തവവിരാമം വന്ന സ്ത്രീയെ തലാഖില്ലാൻ മുന്നോട്ട് വരും. സുമ്മ ഇന്നൽ യായിഷത്ത് ഇദാ തുല്ലിഖത്ത്, പിന്നെ ഒരു യായിഷത്തെങ്ങാനും ആർത്തവവിരാമം വന്ന ഒരു പ്രായം ചെന്ന സ്ത്രീ എങ്ങാനും തലാഖ് ചെല്ലപ്പെട്ടാൽ ഫലാ തകാദു തതസവ്വജ്, അവർ പിന്നെ ഒരു വിവാഹിതയാവുക എന്നുള്ളത് മിക്കവാറും ഉണ്ടാവില്ല. അമാ ഖദൻ മുഖ്തദ ശർഅ വഇസ്തിഖാമത്തി തബ ഫലാ യുതദ്ദു ബി, എന്നാൽ ഷറഇന്റെ താല്പര്യത്തിന് അപ്പുറത്തുള്ളതും പ്രകൃതിയുടെ സാധാരണ ഒരു രീതിക്ക് അപ്പുറത്തുള്ളതും അത് എണ്ണത്തിൽ കൂട്ടൂല. അങ്ങനെയുള്ള റയർ കേസ് നമ്മളിവിടെ അങ്ങനെ പരിഗണിച്ച് പറയില്ല. ഇനി രണ്ടാമത്തെ വലല്ലത്തീലൻ തബ്ലുഗ് സിന്നൽ മഹിൽ, അത്ര ചെറിയ കുട്ടി, മഹിലിന്റെ പ്രായം എത്തിയിട്ടില്ലാത്ത കുട്ടി, കല്ലമാത്തക്കുണി സൗജ, അത്തരമൊരു കുട്ടി ഒരു സൗജ ആയിരിക്കുക എന്നുള്ളതിന് സാധ്യത വളരെ വളരെ വിരളാണ്. പമൻ റുഖ്ദാല മിസ്ലിഹ, ഇനി അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഒരു പുരുഷനെങ്ങാനും അഖദ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിക്കാഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാനത്ത് റഗബത്തുഹു ഫിഹ അളീമ, അത്തരം ഒരു ചെറുപ്പക്കാരിയില് പുരുഷന്റെ മോഹം വളരെ അളീമത്തായിരിക്കാനാണ് സാധ്യത. ഫയൻദുർ തഹവൽ ഫയത്തല്ല, അത് മാറിയിട്ട് തലാഖിലേക്ക് എത്തുക എന്നുള്ളത് വളരെ റയറായിരിക്കും, വളരെ ദുർലഭമായിരിക്കും. അപ്പോ ഇത് രണ്ടുമല്ല ഉദ്ദേശിക്കുന്നത് സാധാരണ ആർത്തവ പ്രായത്തിലുള്ള നന്ന ചെറിയ കുട്ടിയല്ലാത്ത വിവാഹിതയായ ഒരു പെണ്ണ് തലാഖ് ചെല്ലപ്പെട്ടാൽ അവള് പിന്നെ ഒരു അടുത്തൊരു വിവാഹത്തിന് മുതിരുന്നതിന് മുമ്പായിട്ട് 3 ഖുർഇന്റെ കാലഘട്ടം കാത്തു കഴിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ടേ ആകാവൂ അടുത്ത വിവാഹം എന്നാണ് പറയുന്നത്. ഹാസിലു മാ തഖദ്ദം أنما يتبادر في هذا المقام من لفظ المطلقات يفيد أنهن الزوجات المعهودات المستعدات للحمل والنسل عليه المقصد من الزوجية. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ആകത്തുക എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥാനത്ത് മുത്തല്ലഖാത്ത് എന്ന വാക്ക് കേട്ടാൽ യതബാദറു, അതായത് നമ്മുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് എത്തുന്ന ഒരാശയം യുഫീദു, അത് നമുക്ക് നൽകുന്ന ഒരു ആശയം അന്നഹുന്ന സൗജാത്തുൽ മഅഹൂലാത്ത് അൽ മുസ്തഇദ്ദാത്തു ലിൽ ഹംൽ, അത് ഈ പറഞ്ഞ അഹദ് ഉള്ള അതോടൊപ്പം ഗർഭത്തിന് സാധ്യതയുള്ള, ഗർഭവതികളാൻ സാധ്യതയുള്ള വന്നസിൽ, സന്താനോൽപാദനത്തിനും സന്നദ്ധരായി നിൽക്കുന്ന ആ ഒരു ശാരീരിക പ്രത്യേകതകളുള്ള സ്ത്രീകളാണ്. അല്ലദിഹുൽ മഖ്സദ് മിന സൗജിയ, അങ്ങനെ സന്താനോൽപാദനം എന്നുള്ളത് കൂടിയാണല്ലോ ഭാര്യാഭർത്തൃബന്ധത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് പറ്റുന്ന ആൾക്കാർ എന്നുള്ളതാണ് ഉദ്ദേശം. ഫയൻതുർ അൻ യുർഗബ അന്നാസ് യർഗബ അന്നാസ് തസവ്വുജ് ബിഹിന്ന, അങ്ങനെയുള്ള സ്ത്രീകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാര് അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കും. അതാണ് ഉദ്ദേശം. അമാന തറബുസ് മുദ്ദത്തെ സലാസി ഖുർഉൻ, 3 ഖുർഇന്റെ കാലം കാത്തിരിക്കണം എന്ന് പറഞ്ഞതിനുള്ള ആശയം എന്താ? ഹുവല്ലാത്ത തസവ്വജൽ മുത്തല്ലഖത്തു ഹത്താ യംറ അലൈഹാ സലാസ ഖുർഉൻ, 3 ഖുർഇന്റെ കാലം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അവൾ വിവാഹിതയാവരുത് എന്ന്. വഹിയ ജമ്മു ഖുർഇൻ ബിളമ്മിൽ ഖാഫ് വഫത്ഹിഹ,
ഖർഇ എന്നും ഖുർഇ എന്നും പറയാവുന്ന ഏകവചനത്തിന്റെ ജമ്മാണ് ഖുർഉ എന്നുള്ളത്. അപ്പോൾ യുത്ലഖു ഫിൽ ലുഗ, ഈ പദം ഭാഷയിൽ പ്രയോഗിക്കുന്നത് അല ഹൈലുൽ മർഅത്തി വല തുഹരിഹ മിൻഹു, സ്ത്രീയുടെ ആർത്തവത്തിനും പറയും, ആർത്തവത്തിന് ശുദ്ധിയാകുന്ന പ്രക്രിയക്കും പറയും. രണ്ടിനും ഒരേപോലെ പറയുന്ന വാക്കാണ് ഖുർഉ എന്നുള്ളത്. അപ്പോൾ അസ്ലു ഫീഹി അൽ ഇന്തിഖാൽ മിന തുഹരി ഇലൽ ഹൈദ്, കൃത്യമായി പറഞ്ഞാൽ ശുദ്ധി കഴിഞ്ഞ് ഹൈദിലേക്കുള്ള ഒരു നീക്കത്തിന്റെ സമയം എന്നുള്ളതാണ്. കമാ നഖ്ല ഷാഫിഈ ഫീ ഖൗലിഹി ലം, ഇമാം ഷാഫിയുടെ ആയിട്ട് വന്നൊരു ഖൗലിൽ അങ്ങനെയാണ് പറയുന്നത്. തുഹറിൽ നിന്ന് ഹൈദിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം എന്നാണ് കൃത്യമായും അതിന്റെ അസല്. അതുകൊണ്ട് തന്നെ ഒരു താഹിറായി കഴിഞ്ഞ ഒരു സ്ത്രീയെ, രക്തം കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഖുർഉ ഉള്ളവള് അല്ലെങ്കിൽ ഖുർഉ ഉള്ളവൾ എന്ന് പറയില്ല. വലാലിൽ ഹാരിദത്തി ഇസ്തമറ ലഹദ്ദം, എന്നാൽ രക്തം മുസ്തമിറായി നിൽക്കുന്ന ആർത്തവത്തിന്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ കുറിച്ചും ഖുർഉ എന്ന് പറയില്ല. ഫലമ്മ കാനൽ ഖുർഉ വസ്തൻ ബൈന ദം വത്തുഹർ, ശരിക്ക് ഈ രക്തം ഉള്ള അവസ്ഥക്കും ശുദ്ധി പൂർണ്ണമായിട്ട് വരുന്ന അവസ്ഥക്കും ഇടക്കുള്ള ഒരു സ്റ്റേജാണ് ഖുർഉ എന്നുള്ളത് കൊണ്ട് ആ വിഭാഗത്തിനാണ് സിലത്തി ബൈന ഹാത്തൈനിൽ ഹാലത്തൈൻ, അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റേജിന്റെ ഇടക്കുള്ള ഒരു സിലത്തിന്, ഒരു കണക്ഷൻ സമയത്തെ സംബന്ധിച്ചുള്ള വാക്കാണ് ഖുർഉ എന്നുള്ള വാക്ക് എന്നുള്ളത് കൊണ്ട് അബ്ബറ ബിഹി ഖൗമുൽ ഫുഖഹ അൻ ഹദിഹിമ, ഫുഖഹാക്കളിൽ ചില ആൾക്കാർ ഈ രണ്ടാലൊരർത്ഥമാണ് പറയുന്നത്. വഖൗമുൻ അല്ലാഹ്, മറ്റൊരു കൂട്ടം മറ്റേ അർത്ഥം. അപ്പോൾ ശുദ്ധി കാലഘട്ടം എന്ന് പറയുന്ന ഫഖീഹുമാരുണ്ട്, ആ സമയത്ത് ഹൈദിന്റെ കാലഘട്ടമാണ് ഇതിന് ഉദ്ദേശം എന്ന് പറയുന്ന ഫഖീഹുമാരും ഉണ്ട്. രണ്ടിനും സാധ്യതയുള്ള വാക്കാണ്. വലിക്കുല്ലി മിൻഹും ഷവാഹിദു ഫിൽ ലുഗ, ഇവർക്കൊക്കെയും അങ്ങനെ അർത്ഥം പറയാൻ ഭാഷയിൽ അതിൻ്റെതായ ന്യായങ്ങളുണ്ട്. അത്വാലൽ മുഫസ്സിറുൻ ഫി ഇറാദിഹ വ തർജീഹ് ബൈനഹ, ആ ന്യായങ്ങൾ മുഫസ്സിരീങ്ങൾ പലരും വിശദമായി തഫ്സീറുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ഇന്നതാണ് മുൻഗണന എന്ന് അവർക്ക് ബോധ്യം വന്നതിന് അവർ മുൻഗണന കൽപ്പിച്ചിട്ടുണ്ട്. ഫൽ മാലിക്കിയ വ ഷാഫിഇയ്യ വ ആലുൽ ബൈത്ത് അല അന്നൽ ഖുർആൻ ഹുവ തുഹ്റു. അപ്പൊ ഇതില് ഇമാം മാലിക്കിന്റെ മദ്ഹബുകാർ, ഇമാം ഷാഫിയുടെ മദ്ഹബുകാർ, അതോടൊപ്പം തന്നെ ആലുൽ ബൈത്ത്, ഇവരൊക്കെ തന്നെ പറയുന്നത് ഖുർആൻ എന്ന് പറഞ്ഞാൽ തുഹ്റ് എന്നാണ്. വൽ ഹനഫിയത്തു വൽ ഹനാബിലത്തു ഫി അസഹി റിവായത്തൈൻ അല അന്നൽ ഖുർആൻ വൽ ഹൈദ്, അന്ന് ഹനഫി മദ്ഹബുകാരും ഹംബലി മദ്ഹബുകാരും അവരിൽ നിന്ന് ഏറ്റവും സ്വഹീഹായ റിവായത്തുകളിൽ ഒന്ന് പ്രകാരം, അവർ രണ്ട് റിവായത്തുണ്ടായിട്ട് ഏറ്റവും സ്വഹീഹായ റിവായത്ത് പ്രകാരം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഹൈദാണ് എന്നുള്ള പക്ഷക്കാരാണ്. വാദിലത്തുൽ അവ്വലീന അഖ്വ, ഇതിൽ തുഹറാണ് ഉദ്ദേശം എന്ന് പറയുന്നവരുടെ തെളിവുകൾക്കാണ് കൂടുതൽ പിൻബലമുള്ളത്, ശക്തിയുള്ളത് എന്നുള്ളതാണ്. രണ്ടും പറയുന്നുണ്ട്, രണ്ടിനും ന്യായങ്ങളുണ്ട്. പക്ഷേ തുഹറ എന്ന് പറഞ്ഞ ആ ആദ്യ അഭിപ്രായക്കാരുടെ അഭിപ്രായങ്ങളുടെ തെളിവുകൾക്കാണ് കൂടുതൽ ശക്തി. ഇവിടെ സൽമാൻ പറയുന്നത് ഈ ഭിന്നതയിലെ വിഷയം അത്ര ഗംഭീരമൊന്നുമല്ല, വളരെ സിമ്പിളാണ്. എന്നാൽ മഖ്സൂദ മിൻഹാ തറബ്ബുസ്, കാരണം ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അൽഇൽമു ബി ബറാഅത്തിർ റഹിം മിന സൗജി സാബിഖ്, നേരത്തെ തന്നെ വിവാഹം ചെയ്ത തലാഖ് ഇല്ലിയ ആ ഭർത്താവിൽ നിന്ന് തന്റെ ഗർഭപാത്രത്തിൽ ഒന്നും നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല എന്ന് അറിയലാണ്, എന്ന് ബരി ആണ്, താൻ മുക്തയാണ് അയാളുടെ അടുക്കൽ നിന്നുള്ള ഗർഭത്തിൽ നിന്ന് എന്ന് ഉറപ്പിക്കലാണ്. വഹു യുഹ്സൽ ബി സലാസി ഹൈദ് കമാ യുഹ്സൽ ബി സലാസി അത്ഹാരി, അത് 3 ഹൈദ് കാലഘട്ടം കൊണ്ട് നടക്കും, മനസ്സിലാവും. 3 തുഹ്ർ കാലഘട്ടം കൊണ്ടും അത് നടക്കും. പിന്നെ നാദിർ നിസ്മിറുൽ ഹൈദ് ഇലാ ആഖിറിൽ ഹംൽ, എന്നാൽ ഗർഭത്തിന്റെ അവസാന കാലം വരെ ഹൈദ് നിലനിന്ന് പോകുക എന്നുള്ളത് വളരെ വളരെ റയറായിട്ടുള്ള കാര്യമാണ്. വകുൽ മിനൽ ഖൗലൈൻ മുവാഫിഖുൻ ലിഹിക്മത്തി ശറഅ ഫി മസ്അല, ഈ രണ്ട് അഭിപ്രായങ്ങളിൽ ഏതും ഷറഇന്റെ ഹിക്മത്തിന് അനുയോജ്യമാണ് എന്നുള്ളതാണ് വിഷയം. വഅർദൽ ഹുക്ം ബി ലഫ്ദിൽ ഖബർ ദൂനൽ അംർ, ഇവിടെ യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന, അവര് കാത്തിരിക്കുന്നു എന്ന വാക്കാണ് ഉപയോഗിച്ചത്. കാത്തിരിക്കണം എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞെങ്കിലും ഖബറിന്റെ വാക്കാണ് ഉപയോഗിച്ചത്, അമ്രിന്റെ വാക്കല്ല, സീഗ അമ്രിന്റെ അല്ല. അത് ഇൻഷാന്റെ അതായത് സാഹിത്യ രചനയുടെ ഒരു ഐറ്റമാണ്. ഖൗലിഹി കുത്തിബ അലൽ മുത്തല്ലഖാത്തി കഥ, മുത്തല്ലഖാത്തിന് ഇങ്ങനെ നിയമം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതെ തഅക്കീദിഹി വൽ ഇഹ്തിമാം ബിഹി, അപ്പൊ ഇങ്ങനെ അവർ കാത്തിരിക്കാറുണ്ട് അല്ലെങ്കിൽ കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രയോഗം കൊണ്ടുവന്നത് അതിനെ ബലപ്പെടുത്തി പറയാനും അതിന് പ്രാധാന്യം ഉണ്ടെന്ന് വരുത്താനുമാണ്.
കനഹു യഖൂൽ അന്ന ഇന്നഹാ തറബ്ബുസ് വാഖിഉൻ കദാലിക ലാ മുഹാല. അങ്ങനെ വേണം എന്ന് നിയമം പറയുമ്പോൾ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ സംഗതിന്റെ പരിചയം എല്ലാം തോന്നുന്ന മാതിരി വരും. പക്ഷെ ഇതിപ്പോ നടക്കാറുണ്ട്, ഇങ്ങനെ സംഭവിക്കാറുണ്ട്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്ന പോലെയാണ് ആ പറച്ചിൽ. കമാ യഖൂലു ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ ജുർജാനി ഫി ഹാദ നൗ മിൻ ഇർശാദുൽ ഖബരി ഫി മഖാമിൽ അമർ. ബലാഗയുടെ ഏറ്റവും മുൻപന്തിയിലുള്ള പണ്ഡിതനാണ് അബ്ദുൽ ഖാഹിർ ജുർജാനി. അദ്ദേഹത്തിന്റെ കിതാബില് അദ്ദേഹം ഈ അമ്രിന്റെ സ്ഥാനത്ത്, കൽപ്പനയുടെ സ്ഥാനത്ത് ഇസ്നാദുൽ ഖബരി ഈ രീതിയിൽ പറഞ്ഞതിനെ കുറിച്ച് വ്യക്താക്കുന്നുണ്ട്. യുഖാൽ അൽ മുത്തല്ലഖാത്ത്, മുത്തല്ലഖാത്ത് എന്ന് പറയപ്പെടുമ്പോൾ, തലാഖ് ചൊല്ലപ്പെട്ടവർ എന്ന് പ്രസ്താവം വരുമ്പോൾ, ശ്രോതാവിന്റെ ചിന്ത ഒന്ന് അതിലേക്ക് തിരിയും. എന്താണ് അവരെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ സന്നദ്ധനായി അവന്റെ ദിഹ്ൻ ഇങ്ങനെ വരും. അവര് സ്വയമായി കാത്തിരിക്കുന്നു എന്ന പ്രയോഗം പറയുമ്പോൾ അതില് അവരിലേക്ക് ചേർത്ത് പറയാണ്, എന്നാ സമയത്ത് അവർ കാത്തിരിക്കണമെന്നുള്ള ഹുക്കും അതിനകത്തുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും വളരെ ശക്തമായും കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് വേണം എന്നുള്ളത്. അത് കേൾക്കുന്ന ആൾക്ക് ബോധ്യം. കനഹു ഖാൽ ഇന്നന അമർനാഹുന്ന ബിദാലിക വഫറദ്നാഹുന്ന അലൈഹിന്ന ഫംതസൽനൽ അംറ വജറൈന അലൈഹി ബിസ്മിറാർ. അപ്പോ അള്ളാഹ് ഇങ്ങനെ പറയുന്നു എന്നാണ് തോന്നുക. ഇന്നന അമർനാഹുന്ന ബിദാലിക, ഇങ്ങനെ ചെയ്യാൻ ഞാൻ അവരോട് തീർച്ചയായിട്ടും കൽപ്പിച്ചതാണ്. അപ്പൊ ഫറദ്നാഹു അലൈഹിന്ന, അത് അവർക്ക് ഫർളാക്കിയതാണ്. അപ്പൊ ഫംതസൽനൽ അംറ, അവർ ആ കൽപ്പന അതേപോലെ അംഗീകരിച്ച് നടപ്പാക്കി. ഇംതസലാറിന് അതാ എന്നുള്ള അനുസരിച്ചു. അവിടെ നൂനിന് ഒരു ശബ്ദമൊക്കെ ടൈപ്പിങ്ങിൽ വന്നു തോന്നുന്നുണ്ട്, ശബ്ദില്ല. ഫംതസൽന അൽ അംറ, ആ കൽപ്പന അവർ അനുസരിച്ചു. അപ്പോൾ ജറൈന അലൈഹി ബിസ്മിറാർ, എന്നിട്ട് അത് അംഗീകരിച്ച് തുടർച്ചയായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്, ഭംഗം വരുത്താതെ മുസ്തമിറായിട്ട് പോവുകയാണ്. ഹത്ത സ്വാറ ശഅന മിൻ ശൂരിഹിന്ന ലാസിം അലഹുന്ന. അങ്ങനെ ആ കാത്തിരിപ്പ് എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം പതിവായി, അവരുടെ കൂടെയുള്ള ലാസിമത്തായ ഒരു ഷഅനായി മാറിയിരിക്കുകയാണ്. ലാ ഇൻസറിഫിന അൻഹു, അവരതിൽ നിന്ന് ഒരിക്കലും പിന്നെ തിരിഞ്ഞു പോകുന്നില്ല. ലാ ഇൻസറിഫ്ന അൻഹു, അവിടെ ഐ നൂനിന്റെ ശബ്ദില്ല. ബൽ ലാ യുഖ്തർ ഫിൽ ബാൽ മുഖാലഫത്തുഹുന്ന, അതിനോട് എതിർക്കാൻ, ആ നിയമത്തെ എതിർക്കാനുള്ള ഒരു തോന്നൽ തന്നെ അവരുടെ മനസ്സിൽ വരില്ല. അത്രയും അവർക്ക് പരിചിതമായ, അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു നിയമമാണത്. അങ്ങനെ അവർ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്നാണ് അദ്ദേഹം അബ്ദുൽ ഖാദിർ ജുർജാനി പറഞ്ഞത്. ശരിക്ക് പിന്നെ അമ്രിന്റെ സീഗ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും തേക്കീത്, ഇത്രയും ഹിത്തിമാമ് വരൂല, ഇത്രയും പ്രാധാന്യം, ഇത്രയും ബലം അതിന് വരൂല. അങ്ങനെ വേണം എന്നൊരു കൽപ്പനാ സ്വരം കൊണ്ടുവന്നാൽ ഇത്ര കിട്ടൂല. മഅ്മൂറ ബിശൈഖദ് യുൻതസൽ വഖദ് യുഖാല. കാരണം കൽപ്പിക്കപ്പെട്ടൊരു കാര്യമാകുമ്പോൾ അതിന് ചിലപ്പോൾ അനുസരണം ഉണ്ടാവും, ചിലപ്പോൾ അതിനോട് ധിക്കാരം ഉണ്ടാവും. കൽപ്പിച്ചാൽ അങ്ങനെയാണല്ലോ, ചിലർ അനുസരിക്കും, ചിലർ അത് ധിക്കരിക്കും. എന്നാൽ ഈ രീതിയിലുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനില് പരിചിതമാണ്. ഈ മഖാമി തഅക്കീദ് വൽ ഇഹ്തിമാം, ബലപ്പെടുത്തി പറയേണ്ട, പ്രാധാന്യപൂർവ്വം പറയേണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള പ്രയോഗമുണ്ട്. യഖാഉ ഫിൽ കിതാബ് മവാഖിഅഹു ലാ യഅദൂഹ. അതായത് ഖുർആനിൽ അതിൻ്റെതായ സ്ഥാനത്ത്, ആ സ്ഥാനത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ പുറത്തേക്ക് പോകില്ല. ആ സ്ഥാനത്ത് അത് ഉണ്ട്. വലാ യഖ്ഫ ദാലിക അലാ മൻ തഅമൽ ബലാഗ വദാഖഹ. അറബി ബലാഗ എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത, അത് രുചിച്ച ഒരാൾക്ക് അത് മനസ്സിലാകാതെ പോവുകയും ഇല്ല. കൃത്യമായും അതിന്റെ ആശയവും അതിന്റെ സാഹിത്യ ഭംഗിയൊക്കെ മനസ്സിലാവും. ഈ പ്രയോഗത്തിൽ മിനൽ ഇബ്ദാഇ ഫിൽ ഇഷാറ, ആ സൂചനയിൽ ഒരു ഇബ്ദാ ഉണ്ട്. ഇബ്ദാ എന്ന് പറഞ്ഞാൽ ഏറ്റവും നവീനമായ ഒരു ആവിഷ്കാരം, മുമ്പാരും ഭാഷയിൽ പറയാത്ത രീതിയിലുള്ള ആവിഷ്കാരം. അതോടൊപ്പം നസാഹ ഫിൽ ഇബാറ, വാക്കിലെ വല്ലാത്തൊരു വൃത്തിയുണ്ട്, വിശുദ്ധിയുണ്ട്. അത് വൾഗറായ ഒരു ഭാഷയിലേക്കും പോകാതെ വളരെ നസീഹായ വാക്ക് ഉപയോഗിച്ചു. മാഹിദ ഫി കുല്ലി ഖുർആൻ, അത് ഖുർആനിലെ മൊത്തം മാഹൂദായ കാര്യമാണ്. ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും മാന്യമായ ഭാഷ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് അങ്ങനെ പച്ചയായിട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം വളരെ മാന്യമായ ഒരു ഭാഷ ഖുർആനിലുണ്ടാവും. ഫലം യബ്ലുഗ് മുറാഅത്തൻ മിസ്ലഹു ഇൻസാൻ, അത്രയും ഒരു മുറാഅത്ത് ഒരു മനുഷ്യനും എത്താൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഈ ഭാഷക്കനുസരിച്ചുള്ള ഒരു മുറാഅത്ത് വേറൊരാൾക്ക് എത്താൻ കഴിയില്ല. ഫൽ കലാം ഫിൽ മുത്തല്ലഖാത്ത്,
വഹുന്ന മുഅറളാത്തുൻ ലിസ്സിവാജ്. ഈ മുത്തല്ലഖാത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ ആരാ? ജിവാദിൽ നിന്ന് പിന്നെ ജിവാദിന് തയ്യാറായിരിക്കുന്ന ആൾക്കാരാണ്. മുഅറളാത്തുൻ ലിസ്സിവാജ്, ഒരു വിവാഹ ബന്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു പുരുഷൻ മാന്യമായിട്ട് അന്വേഷിച്ചു വന്നാൽ അതിന് സന്നദ്ധരായി നിൽക്കുന്ന ഒരു അവസ്ഥയുള്ളവരാണത്. എന്നാൽ വഹിൽവും അസ്വാജ്, നിലവിൽ ജോജിമാരില്ലാത്തവരുമാണ്, അവരാണ് മുത്തല്ലഖാത്ത്. വൽ അൻസബു ഫീഹി, അത്തരം ഒരാളുടെ കാര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഭാഷയും ശൈലിയും എന്താണ്? അത്തസ്രീഹ് ബിമാ യതശവ്വഖ്ന ഇലൈഹി, അവര് ആഗ്രഹിക്കുന്ന കാര്യം അത് സരീഹായിട്ട് പറയാം. എന്നാൽ ഇക്തിഫാ ബിൽ കിനായത്തി അമ്മാ യർഗബുന ഫീഹി, അവർക്ക് റഗബത്തുള്ള കാര്യം അത് വ്യംഗ്യമായ പ്രയോഗത്തിലും പറയാം. അല്ല ഇഖ്റാറിഹിന്ന അലൈഹി, അതിനെ അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് തന്നെ പറയാം. വാദ്മി ഈ ആശീന്നമില്ല, അങ്ങനെ നിങ്ങൾ ആശിക്കാൻ പാടില്ല എന്ന് അവരെ നിരാശപ്പെടുത്താതെ അത് പറയാം. തെർക്കുത്തശ്രീ, അതെ, സോറി, തെർക്കുത്തശ്രീയാണ്. വ്യക്തമാക്കാതെ പറയാം, അതാണ് തെർക്കുത്തശ്രീ. വിട്ടുവരും. പച്ചയായിട്ട് പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യം അവരാഗ്രഹിക്കുന്നത്. ഇക്തിഫാബിൽ കിനായ അമ്മ അർഹമതി, അവർ മോഹിക്കുന്നത് എന്താണോ അത് കിനായത്തായിട്ട് മാത്രം പറയാന്നുള്ളതാണ്, വ്യംഗ്യമായി മാത്രം പറയാന്നുള്ളതാണ് ഏറ്റവും സ്യൂട്ടബിളായ ഭാഷ. അല്ല ഇഖ്റാറിഹിന്ന അലൈഹി ആശിഹിന്ന മിൻഹും, അവർക്ക് ആഗ്രഹമുള്ള കാര്യത്തിന് അവർ അംഗീകരിച്ചു കൊടുക്കുക, അതിനെ അവരെ നിരാശപ്പെടുത്താതിരിക്കുക, അതിന് ഏറ്റവും അനുയോജ്യമായ വ്യംഗ്യമായ പ്രയോഗം, വളരെ മാന്യമായത് പറയാം. അതാണ് അവിടെ അൻസബ്, ഏറ്റവും സ്യൂട്ട്. മാജിസ്തിനാബി അഹ്ജാലിഹിന്ന, എന്നാൽ അവരുടെ ഹജലുകൾ ഒഴിവാക്കുക, അവരുടെ നാണം. തവക്കി തൻഫീരിഹിന്ന, അവർ തൻഫീർ മിൻഹിന്ന, അവരെ അകറ്റുന്ന, അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ശൈലിയൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക, സൂക്ഷിക്കുക. അപ്പൊ ഏറ്റവും മാന്യമായ ഭാഷയിൽ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ളതാണ് ഖുർആനെ പോലെ അത്യുന്നതമായ ഒരു കലാമിന് ഏറ്റവും സൂട്ടബിൾ. അതാണ് ഇവിടെ കൊണ്ടുവന്നത്. ഈ പറയപ്പെട്ട ആശയങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഈ പ്രയോഗത്തിലുണ്ട്. യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന, അവര് സ്വന്തം നഫ്സുമായി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടതുണ്ട് എന്നർത്ഥത്തിലുള്ള കാത്തിരിക്കുന്നു എന്ന പ്രയോഗത്തിൽ. അലാമ ഫിഹിൽ ഈജാസ്, അതില് പിന്നെ ചുരുക്കി പറയുന്ന ഈജാസിന്റെ ശൈലിയുണ്ട്. അലൈഹുമിൻ മവാഖിൽ ഈജാസ്, അതേ സമയത്ത് ഈജാസിന്റെ ഖുർആന്റെ അമാനുഷികത ബോധ്യപ്പെടുത്തുന്ന സ്ഥാനത്താണ്. ഫഅഫാദന്നഹു യജിബു അലൈഹിന്ന അൻ യംലിക്ന റഗബതഹുന്ന. അപ്പൊ ഈ ആയത്ത് ബോധ്യപ്പെടുത്തിയ സംഗതി എന്താണ്? യതറബ്ബസ്ന വാക്യം ബോധ്യപ്പെടുത്തിയത്, അവര് അവരുടെ മോഹത്തിന് ഒരു കടിഞ്ഞാൺ വെക്കണം. അതായത് പുതിയ ദാമ്പത്യം അവർ ആഗ്രഹിക്കുന്നു, തലാഖ് ചെയ്യപ്പെട്ട സ്ഥിതിക്ക് ഒരു പുതിയ ബന്ധം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന പീരീഡാണ്. പക്ഷെ പെട്ടെന്ന് അവർ അതിന് മുന്നോട്ട് വരരുത്, അവരുടെ റഗബത്തിന് അവർ പിന്നെ നിയന്ത്രിക്കണം. ജമാഹ അൻഫുസിഹിന്ന, അവരുടെ മനസ്സിന്റെ ജമാഹിനെ അവർ തടഞ്ഞു നോക്കണം. ജമാഹ എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള ആ ഒരു പോക്കിനെ അവർ തടഞ്ഞു നോക്കണം. ഇല തമാമിൽ മുദ്ദത്തിൽ മംദൂദ, ഈ പറയപ്പെട്ട പിന്നെ നീട്ടി നിശ്ചയിച്ച മുദ്ദ പൂർത്തിയാണ് ഇവര്. വല്ല ഇദ്ദത്തിൽ മാദൂദ, ഈ എണ്ണം നിശ്ചയിച്ച ഇദ്ദ പൂർത്തിയാണ് ഇവര്. വലാകിൻ ബിതരീഖ് റംസ് വത്തൽബീഹ്, പക്ഷെ അതല്ല പറഞ്ഞതോ ഒരു സൂചന ശൈലിയിൽ മാത്രമാണ്. ലാ ബിതരീഖിൽ ഇബാന വത്തസ്രീഹ്, വ്യക്തമായ പച്ചയായ ഭാഷയിൽ അല്ല അത് പറഞ്ഞു. പിന്നെ തറബ്ബുസ് ഫി ഹഖീഖത്തിഹി, കാരണം തറബ്ബുസ് എന്ന് പറഞ്ഞാൽ ലാഹിർ മാനഹു തറയ്യുസ് വൽ ഇന്തിളാർ, ആ വാക്കിന്റെ ലാഹിറായ അർത്ഥം തറയ്യുസ്, അല്പം താമസം ഉണ്ടാക്കുക, അല്പം കാത്തിരിപ്പ് കൊണ്ടുവരിക എന്നൊക്കെയാണ്. വഹു യതഅല്ലഖു ബിശൈഇൻ യതറയ്യസു അൻ, അപ്പൊ അല്പം കാത്തിരിക്കാനുള്ള ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടതിനാണ് ആ വാക്ക് പറയാം. വയുൻതളർ സവാലുൽ മുദ്ദത്തിൽ മഗ്റൂബ ദുനം, ആ കാത്തിരിപ്പിന് മുമ്പായി എത്രയാണോ നിശ്ചയിച്ച മുദ്ദ പീരീഡ്, അത് കഴിയുന്നതുവരെ വെയിറ്റ് ചെയ്യാം. വലൗല കലിമ ബി അൻഫുസിഹിന്ന ലമാ അഫാഅത് ജുംലത്തു തിൽക്കൽ മആനി അദ്ദഖീഖ, ഈ സൂക്ഷ്മതലത്തിലുള്ള ആശയങ്ങളെ ബി അൻഫുസിഹിന്നുള്ള വാക്കില്ലായിരുന്നെങ്കിൽ അവിടെ പിന്നെ അത് കൊണ്ടുവരൂലായിരുന്നു. ബി അൻഫുസിഹിന്നുള്ള ഒരു വാക്കുകൊണ്ട് അതൊക്കെ വന്നു. വൽ കിനായത്ത് റഷീഖ, ഈ പിന്നെ വളരെ സുന്ദരമായ വ്യംഗ്യപ്രയോഗങ്ങളും ബി അൻഫുസിഹിന്നുള്ള വാക്കില്ലായിരുന്നെങ്കിൽ വരൂല. മക്കാൻ അലി യഖ്തുർ അലാ ബാൽ ഇൻസാൻ യുരീദു ഇഫാത്ത് ഹുക്മിൽ ഇദ്ദ, ഇദ്ദയുടെ ഹുക്കം എന്താണെന്നുള്ളത് അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്തയിൽ വരൂല അൻ യസീദ ഹാദിഹിൽ കലിമ, ഈ കലിമക്കപ്പുറം അലാ ഖൗലി യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസ ഖുറൂഅ്, അവർ 3 ഖുർഇന്റെ കാലം
തങ്ങളുടെ നഫ്സുമായി കാത്തിരിക്കണം എന്ന വാക്കിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൂട്ടി പറയാൻ ഈ ഹുക്മ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ മനസ്സിൽ വേറെ കൃത്യമായൊരു വാക്കും വരില്ല. വലുവലം തസീദ് ലക്കാൻ അൽ ഹുക്മ് ആരിയൻ ആൻ തഹദീബിൻ നഫ്സ്. ഇനി അധികം പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എന്താവും? തഹദീബുൻ നഫ്സിൽ നിന്ന് ഒഴിഞ്ഞതായി മാറും ആ ഹുക്മ്. അപ്പൊ അതിൽ തഹദീബ് ശിക്ഷണം ഉണ്ടാവില്ല. വൽഹുക്മു അലാ ശുഹൂരിഹ വ വിജ്ദാനിഹ. അതിന്റെ ആ ഷുഹൂറും വിജ്ദാനും, അതായത് സ്ത്രീയുടെ വൈകാരികത എന്താന്നുള്ളതിനെ കുറിച്ചുള്ള ഹുക്മും അതിൽ വരാതെ പോകും ആ വാക്കില്ലായിരുന്നു. وعلى الرشاد إلى ما تنطوي إليه النفوس النساء من تلك النزاع في ضمن الأخبار عنهن بين من شأنهن امتلاكها وتربص بها اختيارا. ഇവിടെ ഈ ഒരു നസാന മനസ്സിന്റെ ഒരു ആഗ്രഹം, ഈ ആഗ്രഹത്തിൽ സ്ത്രീകളുടെ മനസ്സിൽ എന്താണോ ഒളിച്ചു വെക്കുന്ന ആഗ്രഹം, അതിലേക്കുള്ളൊരു ഇർഷാദ്, അതിലേക്കുള്ള ഒരു ഗൈഡ് ചെയ്യണം. മുന്നിൽ അഖ്ബാരി അനുഹുന്ന, മുന്നിൽ ഇഖ്ബാരി അനുഹുന്ന, അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക്, അവരെ കുറിച്ച് അറിയിക്കുന്നതിനിടക്ക് ഇങ്ങനെ ഒരു അവരുടെ മനസ്സിലുള്ള മോഹങ്ങളെ എന്താണെന്നുള്ളതിലേക്ക് ഗൈഡ് ചെയ്യൽ. എന്താ? ബിയന്ന മിൻ ശഅനിഹിൻ ഇംതിലാക്കഹ. ആ ഗൈഡ് ചെയ്യുന്ന എന്താണ്? അവര് ഇംതിലാക്ക് ചെയ്യണം, അവരുടെ മനസ്സിലുള്ള മോഹത്തെ തൽക്കാലം നിയന്ത്രിക്കണം. വ തറബ്ബുസ് ബിഹ, എന്നിട്ട് ആ മോഹമായിട്ട് അവർ വെയിറ്റ് ചെയ്യണം. ഇഖ്തിയാറൻ, ഇഖ്തിയാരിയായിട്ട് തന്നെ, അതായത് ഒരു നിർബന്ധത്തിന് വഴങ്ങിയല്ല, സ്വമേധയാ തന്നെ അവർ പറഞ്ഞു. അശദ്ദു ഫിഅലൻ ഫി അൻഫുസിഹിന്ന, അങ്ങനെ ചെയ്യലാണ് അവരുടെ സ്വന്തം കാര്യത്തിൽ ഏറ്റവും ശക്തമായിട്ട് സ്വാധീനം ചെലുത്തുന്നത്. വഖ്വ ഇൽസാമൻ ലഹുന്ന, അവർക്ക് ഏറ്റവും ഇൽസാം നിർബന്ധം ആക്കി വരുന്നതും അതാണ്. അൻ യകുന്ന കദാലിക തായിആത്തി മുഖ്താറാത്ത്, അവര് സ്വമേധയ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഒരു നിയമം അനുസരിക്കുന്ന, അതിന് വിധേയരാകുന്ന ആളുകളാകുക എന്നുള്ളതാണ് ഏറ്റവും അഖ്വ. അല്ലാതെ നിർബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്തോളണം, ഇത്ര കാലം കാത്തിരുന്നോളണം എന്നൊരു റൂൾ നടപ്പാക്കുമ്പോൾ അത്ര വരൂല. കമാന്ന ഫി ഇക്റാമൻ ലഹുന്ന വലതുഹും ബിഹിന്ന. മാത്രമല്ല അതോടൊപ്പം ആ പറച്ചില് അവർക്ക് ഒരു അംഗീകാരം കൊടുക്കലും ആദരവ് കൊടുക്കലും അവരോടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പരാമർശമൊക്കെ അതിൽ വരുന്നുണ്ട്. ഇത് ലം യുമർന അമ്രൻ സരീഹൻ, കാരണം അവിടെ വ്യക്തമായിട്ടുള്ള ഒരു അമ്ര അവിടെ വന്നിട്ടില്ല. ഇത്രയും വലിയ ആശയങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് മാർഗം കാണിച്ചെന്ന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് നമ്മൾ. അങ്ങനത്തെ പോയിന്റുകളാണിവ. അന്നാലി അംസാലിന മിനൽ ബഷർ അനിയത്തു മിംസിലിഹ. ഇത്രയും വലിയ ആശയ തലങ്ങളുള്ള പ്രയോഗം കൊണ്ടുവരാൻ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മളെപ്പോലെ ഉള്ള ആർക്കാണ് കഴിയുക? ഒരു മനുഷ്യനും കഴിയില്ല, പടച്ചവൻ മാത്രമേ അത് കഴിയുള്ളൂ എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇപ്പൊ ഇവിടെ വിശദീകരിച്ച ഈ പോയിന്റ് പറഞ്ഞതിന് ശേഷം ഉസ്താദ് ഇമാം അന്ന് ക്ലാസ് പറഞ്ഞു, ചില ആൾക്കാർ ഇവിടെ വാദിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തറബുസ് ബി അംഫുസിഹിന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നഫ്സിനെ ശരിക്ക് പിടിച്ചു വെക്കുക, എന്നിട്ട് ഹറാമായ ശഹ്വത്തിന്റെ ആ കുഴിയിലേക്ക് വീണു പോകുന്നതിൽ നിന്ന് നഫ്സിനെ തടഞ്ഞു വെക്കുക എന്നൊക്കെയാണ് ഈ അർത്ഥം. അപ്പൊ അല്ലലു ദാലിക ബിഅന്ന നിസാ അശദ്ദു ശഹ്വത മിനർ റിജാൽ. അങ്ങനെ പറഞ്ഞവരുടെ ന്യായോ, പുരുഷന്മാരെക്കാൾ ഏറെ ശഹ്വത്തുള്ളവരാണ് സ്ത്രീകൾ, ലൈംഗിക മോഹമുള്ളവരാണ് അവർ എന്നുള്ള ന്യായാണ് കാരണമാണ് പറഞ്ഞത്. അമിൻമൻ ഖദ്റ ഹാദി ഷിദ്ദ വ സിയാദ ബി അല്ലാഹിൻ കസീറ ഹദ്ദഹ വഅദ്ദഹ അദ്ദൻ. എന്നിട്ട് ആ തീവ്ര മോഹം അവർക്കുള്ളത് ഇത്ര ഉണ്ട് അത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, അതിന് ഇത്ര ഇരട്ടിയാന്നൊക്കെ പറഞ്ഞ് കൃത്യം എണ്ണമൊക്കെ പറയുന്നുണ്ട് ഈ പറഞ്ഞ ആൾക്കാർ. വഹാദാമിൻ നുബദിൽ അഖ്വാൽ വതറഹിഹ ബിഗൈരി ബൈനത്തിൻ വലാ ഇൽം. പക്ഷേ ഈ പറച്ചിലൊക്കെ ഉണ്ടല്ലോ, ഇമാതിരി പറച്ചില്, അത് കൗല് വെറുതെ എറിയ എന്നുള്ള കൂട്ടത്തിൽപ്പെട്ടാണ്. നബ്ദ്, കൗലുകൊണ്ട് ഒരു ഏറ് കൊടുക്കുക, അതായത് ഒരു വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരാമർശം എന്നല്ല, വെറുതെ എറിയ തറഹിയ, അതങ്ങനെ ഇടുക. ബിഗൈരി ബൈനത്തിൻ വലാ ഇൽം. അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് ഒരു ഇൽമോ തെളിവൊന്നുമില്ല, സ്ത്രീകൾക്ക് അത്ര വലിയ മോഹമാണ് അതാണെന്നൊക്കെ പറയുന്നേ. പൈന റിജാലക്കാനു അമാ സാലു ഹുമുൽ യത്റുബുന നിസാ വയർഗബൂന ഫീഹിന്ന. പ്രകൃതിയിൽ അറിയപ്പെടുന്ന കാര്യം എന്താണ്? സ്ത്രീകളെ തേടുന്നവരും സ്ത്രീകളെ കാമിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും പുരുഷന്മാരാണ് എന്നും എല്ലാ കാലത്തും. സുമ്മ യദ്രിമുനഹുന്ന, എന്നിട്ട് ആ പുരുഷന്മാര് സ്ത്രീകളോട് ദുൽമ കാണിക്കുകയും ചെയ്യാറുണ്ട്. ഹത്താ ബിത്തഹക്കും ഫി തബായിഹിന്ന, അവരുടെ തബീഅത്തിൽ പോലും സ്വേച്ഛാധിപത്യം കാണിച്ചുകൊണ്ട്. വൽ ഹുക്മി അലാ ശുഊരിഹിന്ന,
അവരുടെ വികാരത്തെ കൂടി അടിച്ചമർത്തുന്ന വിധം ഹുക്മ നടപ്പാക്കിക്കൊണ്ട് പുരുഷന്മാർ ദുൽമ കാണിക്കാറുണ്ട്. വയഹുൽ ബാലഹും തസ്ലീം തഖ്ലീദ്. ഇത് മറ്റു ചിലരിൽ നിന്ന് അംഗീകാരത്തോടു കൂടിയും തഖ്ലീദായിട്ട് ഏറ്റെടുക്കുന്ന പതിവാണ്. ആണുങ്ങൾ ഒരാൾ കൂട്ടർ കാണിച്ചാൽ ബാക്കിയുള്ള ആണുങ്ങൾ അത് അതേപടി ഏറ്റെടുക്കും, അതേപടി അനുകരിക്കും. ഓലും ദേവന്മാരെ ആക്രമിക്കുന്നവരും അന്യായം കാണിക്കുന്നവർക്കും ആയിട്ട് മാറും. ഇതാണ് പുരുഷന്മാരുടെ ഒരു സ്വഭാവം. ഫാഖുൽ ഇന്നമൻ ദഖഖന്നറ ഫി അഖ്വാലി റിജാലി ഫി നിസാ ഫി കുല്ലി അസ്ർ. സ്ത്രീകളെ കുറിച്ചുള്ള പുരുഷന്മാരുടെ വാക്കുകൾ ഏത് കാലത്തും എങ്ങനെയൊക്കെയാണെന്നുള്ളത് സൂക്ഷ്മമായിട്ട് ഒരാൾ നോക്കിയാൽ, വലാസിയമ അഖ്വാലി കിതാബി സുഹ്ഫി ജമാനില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തുള്ള പത്രങ്ങളിലെ എഴുത്തുകാരുടെ കൗലുകളിൽ, പത്രത്തിലെ എഴുത്തുകാരുടെ കൗലുകളിൽ സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശം നോക്കിയാൽ, എന്നിട്ട് ആ വാക്കുകളെ അതിൻ്റെതായ മീസാൻ കൊണ്ട് ശരിക്കും അളന്ന് തിട്ടപ്പെടുത്തിയാൽ, അതില് ഒരുപാട് പിഴവുകളും തെറ്റുകുറ്റങ്ങളും കാണാം. പരിശോധനയിൽ നിന്ന് ബാത്തിലാണെന്ന് തെളിയുന്ന, പഠനത്തിൽ നിന്ന് ബാത്തിലാണെന്ന് തെളിയുന്ന ഒരുപാട് വാക്കുകൾ ഇന്നത്തെ പുരുഷന്മാരുടെ, പ്രത്യേകിച്ച് പത്രത്തിൽ എഴുതുന്ന ആൾക്കാരുടെ സ്ത്രീകളെ കുറിച്ചുള്ള വാക്കുകളിൽ കാണാം. സ്ത്രീയുടെ പ്രേമത്തെക്കുറിച്ച്, ഇഷ്ടത്തെക്കുറിച്ച് അവർ എഴുതുന്നതിൽ ഏറ്റവും വലിയ ലാഹിറായ അവരുടെ ഒരു വഹമ് എന്നാൽ ഒരു യാഥാർത്ഥ്യമില്ലാത്ത പുറം തോന്നൽ. റജുൽ ഫീമ തഖദ്ദമ ഫീ ഖൈരി, നേരത്തെ പറഞ്ഞ കാര്യത്തിലും അതുപോലുള്ള വിഷയങ്ങളിലൊക്കെ പുരുഷനെയും സ്ത്രീയെയും കമ്പയർ ചെയ്തുകൊണ്ട്, താരതമ്യം ചെയ്തുകൊണ്ട് അവർ പറയുന്ന വാക്കുകളൊക്കെ ഏറ്റവും വലിയ വഹമാണ്. അത് ലാഹിറായിട്ടുള്ള വഹം. വാനൽ മുഖല്ലിദീനൽ മുഖ്തീഫി ദാലിക അല്ലാഹുൽ മുഖല്ലിദീനൽ മുസ്ലിം. അതില് തെറ്റുകാരെ അനുകരിക്കുന്നവരാണ് ശരിക്കാരെ അനുകരിക്കുന്നവരെക്കാൾ എത്രയോ ഇരട്ടിയുള്ളത് എന്നുള്ളതാണ് വിഷയം. ശരി പറയുന്നവരെ അനുകരിക്കുന്നവരുടെ എണ്ണത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ് തെറ്റ് പറയുന്നവരെ അപ്പടി ഏറ്റെടുത്ത് അനുകരിക്കുന്നവർ ഈ വിഷയത്തിൽ. അപ്പോ ഖുർആനിന്റെ ഒരു പരാമർശത്തിനപ്പുറം സ്ത്രീയെക്കുറിച്ച് ഉള്ള പ്രസ്താവനയിൽ വളരെ പുരോഗമനമുള്ളവരെന്ന് പറയുന്ന ആൾക്കാരുടെ വാക്കുകളടക്കം വലിയ അബദ്ധമാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞോട് തന്നെയാണ് കാര്യം, അതിന്റെ യഥാർത്ഥ വസ്തുത നിലനിൽക്കുന്നത് എന്നാണ്. സുമ്മ ബയ്യന തആല ഹിക്മതഹ തറബ്ബുസ് ബിജിവാജ് ഫീ സിയാഖ് ഹുക്മിൻ ആഖർ. ഈ തറബ്ബുസ്, അടുത്തൊരു വിവാഹത്തിന് വേണ്ടിയുള്ള ഈ വെയിറ്റിംഗ്, അതിലുള്ള തത്വം അല്ലാഹു തആല വ്യക്തമാക്കുന്നുണ്ട് ഈ ഹുക്മ വേറെ ഹുക്മ പറയുന്ന സ്ഥാനത്ത്. വലാ യഹില്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന എന്ന് പറഞ്ഞുകൂടെ. അള്ളാഹു അവരുടെ ഗർഭപാത്രങ്ങളിൽ പടച്ച എന്താണോ അത് മറച്ചു വെക്കാൻ അവർക്ക് ആർക്കും ഹലാലാവില്ല, അനുവാദമില്ല. കമാ കുന്ന യഫ്അൽന അഹ്യാനൻ ബിൽ ജാഹിലിയ്യ. അങ്ങനെ പറയുമ്പോൾ നേരത്തും ജാഹിലിയ കാലത്ത് പലപ്പോഴും അങ്ങനെ അവർ ചെയ്യാറുണ്ടായിരുന്നു. ഇത് കാലത്തിൽ മർഅത്തു തതസവ്വജ് ബഅദ ഫിറാഖ് റജുൽ ബിആഖർ. ഒരു പുരുഷനുമായി പിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്തന്നെ ഒരു സ്ത്രീ വിവാഹം ചെയ്യാം ജാഹിലിയ കാലത്ത്. വയൽഹർ ലഹ അൻഹ ഹബ്ല മിനൽ അവ്വൽ. അപ്പൊ തന്നെ അവൾക്ക് ബോധ്യാവും ആദ്യത്തെ ആളിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടുണ്ട് താൻ എന്ന്. ഫതുൽഹിഖുൽ വലദ ബിസ്സാനി. എന്നിട്ടോ ജനിക്കുന്ന കുട്ടിയെ രണ്ടാമത്തെ ആളിലേക്ക് ചേർത്തി ആളാണ് വാപ്പ എന്നോട് പറയുകയും ചെയ്യും. ഫഹാദ മുഹറമുൻ ഫിൽ ഇസ്ലാം. ഇത് ഇസ്ലാമിൽ തികച്ചും ഹറാമായ കാര്യമാണ്. ലഅന്നഹു ശർറു ദുറൂബിൽ ഗശ്. കാരണം വഞ്ചനയുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടവഞ്ചനയാണ്. വസ്സൂർ വൽ ബുഹ്താൻ. കള്ളത്തരത്തിന്റെ ഏറ്റവും അങ്ങേതലം കള്ളത്തരമാണ്. യൻഫി അൻ ഖൗമിൻ മൻ ഹുവ മിൻ. ഒരു ഖൗമിൽ നിന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളെ തള്ളി പറയാ. വയുൽഹിഖ ബിആഖരി മൻ ലൈസ മിൻ. വേറെ ഖൗമിനോട് അവരുടേതല്ലാത്ത ആളെ ചേർത്തി പറയാ. ഏറ്റവും മോശമായ മ്ലേച്ഛമായ പരിപാടിയാണ് ജാഹിലിയ കാലത്തുള്ള ഈ പരിപാടി. ഫിദാലിക മിനൽ മളാർ മാ ലാ യുജ്ഹൽ. അങ്ങനെ ചെയ്യുന്നിടത്തുള്ള ദ്രോഹങ്ങള് ഒട്ടും മജ്ഹൂലല്ല, എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയുന്ന വലിയ ദ്രോഹങ്ങൾ, ദോഷങ്ങൾ അതിലുണ്ട്. വഖദ് ഹറമ അല്ലാഹു ഫിൽ ഇസ്ലാം. അള്ളാഹു ഇസ്ലാം അത് ഹറാമാക്കി. വഅമറ ബിഅൻ തഅത്തദൽ മർഅ ബഅദ ഫിറാഖി സൗജിഹ ലിയദ്ഹറ അൻഹാ ബരിയത്തുൻ മിനൽ ഹംൽ. ഒരു സ്ത്രീ തന്റെ ഭർത്താവുമായി പിരിഞ്ഞാൽ, തലാഖായാൽ, അയാളിൽ നിന്ന് ഹംല് തനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് ബരിയാണ് താനെന്ന് ബോധ്യമാണത് വരെ കാത്തിരിക്കണം എന്ന് കൽപ്പിച്ചു. വനഹാൻ തക്തുമൽ ഹംല. അവൾക്ക് ഗർഭമുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്നത് അല്ലാഹു തആല വിരോധിച്ചു. ഇദാ അലിമത് ബിഹി. അത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ മറച്ചു വെക്കാൻ പാടില്ല എന്ന് വിരോധിച്ചു. വഖ്താറ കസീറു മിനൽ മുഫസ്സിരീൻ. മുഫസ്സിരീങ്ങളിൽ പലരും തിരഞ്ഞെടുക്കുന്നത് അന്നമാ ഖലഖല്ലാഹു ഫി അർഹാമിഹിന്ന യശ്മൽ അൽ വലദ വൽ ഹൈള.
അള്ളാഹു അർഹാമിൽ പടച്ചു വെച്ചത് പടച്ച കുട്ടിയും പെടും, അവിടെ വരുന്ന ഹയലും പെടും എന്ന് പറഞ്ഞവരാണ് പല മുസ്ലിങ്ങളും. ഫഹൽ മറുവിയാൻ ഇബിന് മറ അള്ളാഹുവിൽ നിന്ന് വിവാഹത്തായി വന്നിട്ടുള്ളതാണ്. ഫഖത്ത് അക്തുമുൽ മറത്തു ഹയലത്തഹ, ചിലപ്പോഴ് തന്റെ ആർത്തവത്തിന്റെ കാര്യം സ്ത്രീ മറച്ചു പിടിക്കും. ലി തുത്തീല അജ്ല ഇദ്ദത്തിഹ, എന്തിന്? തന്റെ ഇദ്ദയുടെ കാലാവധി നീട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാലിക മുഹറമൻ, അതും പാടില്ല. അപ്പോ മൂന്ന് ഹൈദ് പറഞ്ഞാൽ അത് കൃത്യമായും അത് നീട്ടാതെ തന്നെ പരിഗണിക്കണം. അപ്പൊ അത് നീട്ടുന്ന പരിപാടിയുണ്ട്. ഫഖദ് ഫശാഫി മുത്തല്ലഖാത്തി ഹാസമാൻ, ഇക്കാലത്തെ തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകളിൽ ഈ സംഗതി കൂടുതൽ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. അലവാത്തില്ല ആത്മാന ഫിജിവാജ് എന്ന് വെച്ചാൽ ഇനി ഒരു വിവാഹത്തിന് മോഹമില്ലാത്ത സ്ത്രീകൾ തലാഖ് ചെയ്യപ്പെട്ടു, അടുത്തൊരു വിവാഹം അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ സ്ത്രീകള് തന്റെ പിന്നെ ഹൈവ് മറച്ചു വെക്കുന്ന പരിപാടി ധാരാളം ഉണ്ട്. ഹുക്കാമ ഇഫ്രൂന ലഹുന്ന നഫഖത്തമാ ദുന്ന ഫിൽ ഇദ്ദ, കാരണം വെച്ചാൽ ഭരണാധികാരികൾ അവർക്ക് വിധിച്ചു കൊടുക്കും ഇദ്ദ കാലഘട്ടത്തിൽ അവർ നിൽക്കുന്ന കാലത്തോളം അവരുടെ ചെലവ് മുൻ പുരുഷൻ വഹിച്ചോളണം, മുമ്പത്തെ ഭർത്താവ് വഹിച്ചോളണം അവരുടെ ഇദ്ദ കഴിയുന്നവരെ. ഇപ്പൊ ഇർഗബന ഫിസ്ലാമത്തി ഹാജി നഫഖ, അപ്പൊ മുപ്പരത്ത് കിട്ടുന്ന ചെലവ് നിലനിന്ന് പോരണം എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവും. ബി കത്മാനിൽ ഹയൽ, അതിനവർ ചെയ്യുന്ന പണിയാണ് ഹയൽ മറച്ചു വെക്കാണ്. ഹയൽ മറച്ചു വെച്ചുകൊണ്ട് ആ നഫക്ക കുറച്ചും കൂടി കാലം പോന്നോട്ടെ എന്നുള്ള നിലക്ക് അതിനു വേണ്ടി ആഗ്രഹിക്കും. വൈദ്യായ അദ്മി മുറൂറിൽ ഖുറൂസ് അലൈഹിന്ന, ഈ പറയുന്ന 3 ഖുറിന്റെ കാലം കഴിഞ്ഞിട്ടില്ല അതോ തെറ്റായിട്ട് അവർ ഉന്നയിക്കും. ഹറാം, എന്നാൽ ഇദ്ദയുടെ കാലം കഴിഞ്ഞതിന് ശേഷം മുൻ ഭർത്താവിൽ നിന്ന് എന്തവര് പറ്റിയാലും സ്വീകരിച്ചാലും അത് ഹറാമാണ്. അമാഹുന്ന ഇമ്മൻ യതഫക്കർ ഫീ ദാലിക് ഇതിലാ ഇൽമഹുന്ന ബിഅഹ്കാമിൽ ഹലാൽ വൽ ഹറാം, ഹലാല് ഹറാമിന്റെ കാര്യത്തിലൊന്നും വലിയ ഇൽമില്ലാത്ത ആൾക്കാർ അവര് അത് പിന്നെ ചിന്തിക്കുന്നില്ല. വല ഇബാലിന ആസാഹുന യാരിഫിനഹുമില്ല, ഇതൊക്കെ അറിയുന്നവരാര് എന്നുള്ളത് അവരോട്ട് പിന്നെ പരിഗണിക്കുകയില്ല. ലന്നഹുന്നലം യതറബ്ബൈന അല ആദാബിദ്ദീൻ വഅമാലി, കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ആവാൻ കാരണം അവർ ദീനിന്റെ അദബിലും ദീനിന്റെ അമലിലും ശിക്ഷണം കിട്ടി വളർന്നവരല്ല. ബല്ലം യുലഖൻ അഖായിദഹു വലം യുദക്കർന ബി ആയാതിഹി വല്ലം യുലഖന്ന അഖായിദഹു യുലഖന്ന, ദീനിന്റെ അഖീദകൾ അവർക്ക് തെൽക്കീൻ ചെയ്തു കൊടുത്തിട്ടില്ല, ചൊല്ലി കൊടുത്തിട്ടില്ല. ലം യുലഖന്ന അഖായിദഹു വലം യുദക്കർന ബി ആയാതിഹി, ദീനിന്റെ ആയത്തുകൾ അവർക്കാരും ഉത്ബോധനം ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ദീനിനെ കുറിച്ച് യാതൊരു അന്തമില്ലാത്ത ആൾക്കാണ് ഇതൊക്കെ അവർ പറയല്. ഹത്ത സോർ അക്സർഹുന്ന അഖറബ ഇലാഹലി ലിബാഹ മിൻഹുന്ന ഇലാഹലി ദീൻ, ഇവര് പലരും ദീനുള്ളവര് എന്ന് പറഞ്ഞതിനേക്കാൾ ഇബാഹത്തിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാണ് കൂടുതൽ ശരി. ഇബാഹത്തിന്റെ എന്ന് പറഞ്ഞാൽ എല്ലാം അനുവദനീയമാണ്, ഏത് ബന്ധവും ആരോടുള്ള എങ്ങനെയുള്ള ബന്ധവും ശരിയാണ് എന്ന വാദക്കാരാണ് അഹ്ലുൽ ഇബാഹത്ത്. അപ്പോ അവിഹിതം ഒക്കെ അതിൽ വരും. ആ അവിഹിതത്തിനൊക്കെ കൂട്ടു നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നതാണ് ഇവരെ കുറിച്ച് ദീനിന്റെ ആൾക്കാർ എന്നുള്ളതിനേക്കാൾ ഏറ്റവും അക്രബായി പറയാവുന്നത്. വൈനമ യജ്തനിബുൽ ഹറാം വയതഹറഉൽ വഖൂഫ് ഇൻദ ഹുദൂദിൽ ഹലാൽ, എന്നാൽ ഹറാം ഒഴിവാക്കുക, ഹലാലിന്റെ ഹദ്ദിൽ മാത്രം കൃത്യമായി സൂക്ഷ്മയോടെ നിൽക്കുക എന്നുള്ള പണി ചെയ്യുന്നവരാരാ? അഹ്ലുൽ ഈമാൻ സ്വഹീഹ്, ശരിയായ ഈമാനുള്ള ആൾക്കാർ മാത്രമാണ് ചെയ്യുക. വലിദാലിക ഖാല തആല അഖിബൻ നഹി, അതുകൊണ്ടാണ് ഇങ്ങനെ അവര് പിന്നെ ചെയ്യരുത് എന്നുള്ള നഹീന്റെ തൊട്ട് പിന്നാലെ അല്ലാഹ് ഇൻകുന്ന യുമിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വലാ യക്തുംന, അവർ മറച്ചു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇൻകുന്ന യുമിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞത് ആ വിശ്വാസക്കാർ മാത്രമേ കൃത്യമായി മറച്ചു വെക്കാതെ കാര്യം തുറന്നു പറയുള്ളൂ. വഹാദ വഈദുൻ ശദീദുൻ വതഹ്ദീദുൻ അളീം, ഇത് വളരെ ശക്തമായ ഒരു താക്കീദിന്റെ സ്വരമാണ്. കാനഹു യഖൂൽ ഇദാ കുന്ന യഅരിഫ്ന മിൻ അൻഫുസിഹിന ഈമാന ബില്ലാഹ് അല്ലദീ അൻസലൽ ഹലാൽ വഹറാം മസാത്തിൻ നാസ്, മനുഷ്യരുടെ നന്മക്ക് വേണ്ടി ഹലാലും ഹറാമും ഇറക്കിയിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അവിടെ നഫ്സിൽ അവർക്ക് ശരിക്കും ബോധ്യമുണ്ടെങ്കിൽ, വൽ ആഖിർ അല്ലദീ യകൂൻ ഫീഹി ജസാ ബിൽ ഖിസ്താസ്, കൃത്യമായ തുലാസ് അനുസരിച്ചുള്ള വിധി നിർണയം പ്രതിഫല നിർണയം നടക്കുന്ന യൗമുൽ ആഖിറിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം അവർക്കുണ്ടെങ്കിൽ ഫലാ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന, എങ്കിൽ അവരുടെ അർഹാമിൽ അള്ളാഹ് പടച്ചത് അവർ മറച്ചു വെച്ചുകൂടാ എന്ന്. വൈലാക്കുന്ന ഗൈറ മുഅ്മിനാത്തിൻ, മറച്ചു വെക്കുകയാണെങ്കിൽ അവർ മുഅ്മിനാത്തല്ലെന്ന് വരും, വിശ്വാസിനികളല്ലെന്ന് വരും. മൻസല അല്ലാഹു തആല മിൻ ഹാദിൽ അഹ്കാം, അവർക്ക് അള്ളാഹു ഇറക്കിയ ഹുക്മുകളിൽ വിശ്വസിക്കുന്നവരെല്ലാവരും എന്നാണ് വരിക. അൻസല ഹാദൽ ഹുക്മ ബിഅന്ന അല്ലാഹ് അല ഹിയ ഖൈറുൽ ലഹുന്ന വലി അസ്വാജിഹിന്ന, ആ ഹുക്മുകളാണ് അവർക്കും അവരുടെ അസ്വാദിനും ഏറ്റവും ഉത്തമം. അങ്ങനെയുള്ള ഹുക്മുകൾ അവരെ കുറിച്ച് അവർക്ക് വിശ്വാസമില്ല എന്നാണ് അർത്ഥം.
വഹാഫിളാലി ഹഖൂഖിഹിം വഹഖൂഖിഹിന്ന, അവരുടെ പുരുഷന്മാരുടെയും അവരുടെ സ്വന്തത്തിന്റെയും അവകാശങ്ങൾ ഏറ്റവും സംരക്ഷിക്കാൻ പറ്റിയതും അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. ഇത് തസ്ദീഖുൽ ജാസിം ബി അന്നല്ലാഹു തആല അൻസല ഹാദൽ ഹുക്മ, കാരണം അള്ളാഹുവാണ് ഈ വിധി ഇറക്കിയത് എന്നുള്ള ഉറച്ച ആ അംഗീകാരം ഉണ്ടല്ലോ. അപ്പോൾ ജാലഫി ഇത്തിബാഹി അൽ മസൂബ വൽ, അതിലാണ് മനുഷ്യർക്ക് അള്ളാഹുവിന്റെ അടുക്കുന്ന പ്രതിഫലവും അള്ളാഹുവിന്റെ സംതൃപ്തിയും കിട്ടുക എന്ന് അള്ളാഹു നിശ്ചയിക്കുകയാണ്. വഫി തർക്കിഹി ഷിഖാ വൽ ഖുസ്റാൻ, അത് ഉപേക്ഷിച്ചാലാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവും നഷ്ടവും പരലോകത്തുണ്ടാവുക എന്നും അള്ളാഹു തആല അവിടെ പഠിപ്പിക്കുകയാണ്. യകൂൻ സബബൻ തബീഇയ്യൻ ഇംതിസാലി, അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിനനുസരിക്കാനുള്ള സ്വാഭാവികമായ ഒരു കാരണമായിട്ട് ഭവിക്കും. മാമിഹി, അതിനെ വളരെ അലീമായിട്ട് അവർ കാണും. വഹിലാലിഹി, അതിന് ഹലാലായി കാണും. അതോടൊപ്പം തന്നെ ഹദീസ് സഹീഹ്, ഈ അർത്ഥത്തിലാണ് സഹിയാളുടെ ഹദീസിൽ വന്നിരിക്കുന്നത്. മുഅ്മിൻ, ഒരു വ്യഭിചാരി വിചരിക്കില്ല എന്ന് പറഞ്ഞു. വിചരിക്കില്ല എന്നാൽ മുഅ്മിനാകുമ്പോൾ വിചരിക്കാനുള്ള മോഹം വരില്ല, അതിനുള്ള പ്രേരണ മനസ്സിൽ വരില്ല. അഥവാ അതിനുള്ള മോഹവും പ്രേരണയും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈമാൻ ഡിമ്മായിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നാണ് ആ ഹദീസിൽ. എന്നിട്ട് റഷീറിന്റെ ചോദ്യം, കമല്ലന ബിമൻ യുബല്ലിഗുൻ നിസാൽ മുഅ്മിനാത്ത് തഷ്ദീദ്, അള്ളാഹുവിന്റെ ഈ കടുത്ത പ്രയോഗം മുഅ്മിനാത്തായ സ്ത്രീകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആരാ നമുക്കുള്ളത്? ആരാ ഈ വിവരം മുഅ്മിനാത്തായ സ്ത്രീകൾക്കൊന്ന് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക? കമല്ലന ബിമൻ യഹ്തമു ബിതൽഖീനിൽ ബനാത്ത് അഖായിദൽ ഈമാൻ, നമ്മുടെ പെൺകുട്ടികൾക്ക് വിശ്വാസ കാര്യങ്ങൾ ശരിക്കും ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കാൻ, അതിന് ശ്രദ്ധിക്കാൻ ആരുണ്ട് നമ്മളെ കൂട്ടത്തിൽ? വതർബിയതിഹിൻ അലൽ അമാൽ അല്ലതി തുമക്കിൻ ഹാദിൽ അഖായിദ്, ഈ വിശ്വാസം മനസ്സിൽ വേരുറപ്പിക്കുന്ന അമലുകളിൽ അവരെ പരിശീലിപ്പിക്കാൻ, ശിക്ഷണം നൽകാൻ, വൽ വിജ്ദാൻ, അവരുടെ ബുദ്ധിയിലും ബോധത്തിലും ഈ വിശ്വാസം സ്വാധീനിക്കാൻ തക്ക രീതിയിലുള്ള അമലുകളിൽ അവരെ തർബിയത്ത് ചെയ്യാൻ തയ്യാറുള്ള ആരുണ്ട് നമ്മളെ കൂട്ടത്തിൽ? വായു റിജാൽ ജഫൽ ഹാദ, ഇത് ഏതാണുങ്ങൾ ചെയ്യും? റിജാൽ അംഫുസുഹും ലം യഉദ് ലഹും ഹമ്മുൻ ഫിദ്ദീൻ, കാരണം അത് ചെയ്യേണ്ട ആളുകൾക്ക് തന്നെ ദീനിൽ ഹമ്മില്ല, ഇല്ലാ ഖലീലൻ മിൻഹും, വളരെ കുറച്ച് പേർക്കല്ലാതെ ആണുങ്ങൾക്ക് തന്നെ ദീനിൽ ഒരു ഹമ്മില്ല, അതിലൊരു ഉദ്ദേശവും വീര്യമൊന്നുമില്ല. വഹഉലായി യറൗന നിസാ മതാൻ ലാ അനാസിയ മിസ്ലഹു, ഈ ഇത്തരം ആൾക്കാർ പുരുഷന്മാരാണെങ്കിൽ വെറും വിഭവങ്ങളായിട്ട് മാത്രമേ സ്ത്രീകളെ കാണുന്നുള്ളൂ, തങ്ങളെ പോലത്തെ മനുഷ്യന്മാരായിട്ട് മനുഷ്യത്തുള്ളവരായിട്ട് അവരെ കാണുന്നില്ല. ഫയദഉനഹുന്ന വശനഹുന്ന, അവര് ആ സ്ത്രീകളെ അവരുടെ പാട്ടിനാണ് വിട്ടുകൊടുക്കും. ലാ യതഫക്കറൂന ഫി അസ്ബാബിമാ യഖൂന മിൻ അഗ്വാഖി ബിഹിമാലിഹിന്ന, അവരെ അവഗണിച്ചാൽ ഉണ്ടാകുന്ന അനന്തര ആഖിബത്തുകൾ എന്തൊക്കെയാണ് കാണാൻ പോണത്? മാ യൽഖൗന, ആ കാണാൻ പോണെന്ന് അവര് പരിഗണിക്കൂല. വ റസായ ജഹലിഹിന്ന, അവരെ കുറിച്ച് ജഹലുണ്ടായാൽ, അറിയാതെ അല്ലെങ്കിൽ അവർക്ക് ജഹലുണ്ടായാൽ അതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ആണുങ്ങൾ ചിന്തിക്കൂല. അതാണ് പുരുഷന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ വീഴ്ച. ഇനി പറഞ്ഞ ഇസ്ലാഹ എന്ന് പറയുന്നു. ഇസ്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പീരീഡിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും അർഹതപ്പെട്ടത് അവരുടെ തലാഖിന്റെ ഭർത്താക്കന്മാർ തന്നെയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയൊരു ലത്തീഫായ ഒരു സംഗതിയാണ്, ആശയമാണ്. വളരെ മാർദ്ദവമുള്ള, വളരെ സൂക്ഷ്മമായിട്ടുള്ള എന്നൊക്കെ അർത്ഥം ലത്തീഫുള്ള വാക്കിനുണ്ട്. ആദ്യത്തെ ഇസ്മത്ത്, അതായത് ആദ്യത്തെ തലാഖ് ചൊല്ലിയ പുരുഷൻ നൽകിയ സംരക്ഷണം ഉണ്ടല്ലോ, അതാണ് ഇസ്മത്തുൽ ഊല, ആദ്യത്തെ സംരക്ഷണം. ആ സംരക്ഷണം തന്നെ നിലനിൽക്കണം എന്നുള്ള അള്ളാഹുവിന്റെ താല്പര്യവും ഈ വാക്കിനകത്തുണ്ട്. കഴിയെങ്കിൽ ആ ആണുങ്ങൾ തന്നെയാണ് അവർ തിരിച്ചെടുക്കേണ്ടത്, വേറൊരാണിനെ ഏൽപ്പിച്ചു കൊടുക്കല്ല വേണ്ടത്. ഫൈനൽ മർഹത്തൈദ തുല്ലിഖത്തിലി അംരീം മിനൽ ഉമൂർ, ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു കാര്യത്തിന് തലാഖല്ലപ്പെട്ട, അത് സ്വഭാവം കാണുമ്പോൾ ഇലാ കൊണ്ടാവാം, അത് വൈരിക അല്ലാത്ത മറ്റു കാരണങ്ങളല്ലാവാം. ഒക്കല്ലമ ഇറുഗബു ഫിഹ റിജാൽ, അപ്പോ അവളുടെ കാര്യത്തിൽ ഒരു താല്പര്യം ആണുങ്ങൾക്ക് വരാനുള്ളത് കുറച്ചേ ഉണ്ടാവുള്ളൂ മറ്റാണുങ്ങൾക്ക്. വാമ ബാലുഹൽ മുത്തല്ലിഖ്, എന്നാൽ അവിടെ തലാഖിന്റെ പുരുഷനോ ആ ഭർത്താവോ ഫഖദ് യന്ദ്രം വലാ തലാഖ്, അയാൾക്ക് പിന്നെ ചിലപ്പോൾ ആ തലാഖിൽ ഖേദം വന്നേക്കാം. വേറെ അന്നമാ തല്ലഖഹ ലിഅജ്ലിഹി ലാ യഖ്തദി മുഫാറഖതഹ ദായിമൻ, എന്തൊരു കാര്യത്തിനാണോ താൻ അവളെ തലാഖ് ചൊല്ലിയ ഒരു അവസരത്തിൽ ആ സംഗതി എന്നും
പിന്നെ അവളെ പിരിഞ്ഞിരിക്കാനുള്ള ഒരു കാരണമായി ഭവിക്കേണ്ടതില്ല എന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടാവും, അഭിപ്രായം ഉണ്ടാവും. ഫയർഗബ് ഫി മുറാജാത്തിഹ, അപ്പൊ അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ള മോഹം ആൾക്കുണ്ടാവും. വലാസിയമ ഇതാക്കാൻ ഇഷറത്തു സാബിഖത്ത് ബൈനഹുമ ജറത് അല തരീഖത്തിൽ ഖിത്രിയ്യ, അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒന്നിച്ചുള്ള കാലം സ്വാഭാവികമായ രീതിയിൽ നല്ലതാക്കി പോയിട്ടുള്ളതാണെങ്കിൽ പ്രത്യേകിച്ചും നല്ല കാലം തിരിച്ചു വരാനുള്ള മോഹം പുരുഷന് ഉണ്ടാകും. അങ്ങനെ രണ്ടുപേരും പരസ്പരം എഴുകിച്ചേർന്നു. അഫ്ലാ കുല്ലും മിൻഹുമാ ഇലൽ ആഖർ ബിശിർരി എന്നാൽ ഓരോരുത്തരും മറ്റയാളുടെ സിറിലേക്ക് എഴുകിച്ചേർന്നു. അതിന്റെ എല്ലാ വശവും അറിഞ്ഞുകൊള്ളിന്റെ പ്രയോഗമാണ്. അവര് തമ്മിൽ അറിയാനൊന്നും ബാക്കിയില്ല. അജ്റഹു അബജ്റഹു തമക്കനത്തിൽ ഉൽഫ ബൈനഹുമ അല ഇല്ലാത്തിഹിം, അവർക്കിടയിൽ ഉൽഫത്ത്, യോജിപ്പും ഒന്നിപ്പും സാധ്യമായി. അത് തമക്കുനായി വെച്ചാൽ അത് സ്വാധീനം നേടി. എന്തെങ്കിലും ഇല്ലത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പോരായ്മകളൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ, ചില ഇല്ലത്തുകളൊക്കെ ഉണ്ടാവും. എന്നാലും അവർ തമ്മിൽ വളരെ ഉൽഫത്തോടു കൂടി വളരെ ശക്തമായ യോജിപ്പോടു കൂടി ജീവിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഒരു തലാഖിൽ എത്തിപ്പെട്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പുരുഷന് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള മോഹം ഉണ്ടാവും എന്നാണ് അള്ളാഹ് പറയുന്നത്. അതുകൊണ്ടാണ് തുവന്ന അഹ്ബിറദ്ദീന പ്രത്യേകിച്ച് പറഞ്ഞത്. ഇനി ആ ജീവിതത്തിൽ അവർക്ക് സന്താനം കിട്ടിയിട്ടുണ്ടെങ്കിലോ പൈനമല തലാഖ് യുസ്രിയിലേഹിമ, തലാഖ് ജില്ലയിലുള്ള ഖേദം വളരെ പെട്ടെന്ന് വരും. കാരണം കുട്ടികളുടെ കാര്യം എന്താവുന്ന രണ്ടാക്കും കണ്ടുണ്ടാവും. അപ്പൊ തലാഖ് ജില്ലയിലുള്ള ഖേദം വളരെ പെട്ടെന്ന് വരും. കാരണം സന്താനങ്ങളെ തെർബീത്ത് ചെയ്യുക, അവരുടെ സംരക്ഷണം നടത്തുക എന്നുള്ളതിനുള്ള വിനായത്തുണ്ട്. ആ ഒരു ശ്രദ്ധ, അത് വിലിഷ്തിറാക്ക്, അത് പങ്കാളിത്തോടു കൂടി ചെയ്യുന്ന സംഗതിയാണ്. അതാണ് പ്രകൃതിയായിട്ടുള്ള ഹിറസ്, താല്പര്യം. തഗ്ലിബു ബഅദ സവാൽ അസ്ൽ മുഗാലബ അൽ-ആരിദ, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ പിന്നാലെ അത് നീങ്ങിപ്പോവും. അപ്പൊ അത് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ താല്പര്യം കൂടുതൽ ഗലബത്ത്, സ്വാധീനം കൈവരും അല നഫ്സ്, മനസ്സിൽ. ഒക്കതേക്കും അഖ്വ ഇദാ കാന ഔലാദു ഇനാസൻ, അത് കുറച്ചുകൂടി തീവ്രമായിരിക്കും കുട്ടികൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ. ലിഹാദാ ഹക്കമ അല്ലാഹു തആല ലുത്ഫൻ മിൻഹു ബിഇബാദി, ഇതുകൊണ്ടൊക്കെയാണ് അള്ളാഹു തന്റെ അടിമകളോടുള്ള അള്ളാഹുവിന്റെ ലുത്ഫ് എന്നുള്ള നിലക്ക് നിയമം വെച്ചത്. ബിഅന്ന ബാലൽ മുത്തല്ലഖ ഐ സൗജഹ അഹഖു ബിറദ്ദിഹ, ഈ മുത്തല്ലഖത്തിന്റെ ബാല് അഥവാ സൗജ്, അയാളാണ് അവളെ തിരിച്ചുകൊണ്ടുവരാൻ ഏറ്റവും യോഗ്യൻ. ഫീ ദാലിക, ഈ പീരീഡിൽ, ഐ ഫീ ജമനി തറബുസ്, ഈ പറഞ്ഞ് കാത്തിരിക്കുന്ന പീരീഡിൽ, വഹിയൽ ഇദ്ദാണ് ഇദ്ദാ പീരീഡ്. ഇദ്ദാ പീരീഡിൽ പുതിയൊരു നിക്കാഹില്ലാതെ തന്നെ ഒന്ന് രണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് അയാൾക്ക് തിരിച്ചുകൊണ്ട് വരാം. പുതിയ നിക്കാഹിന്റെ ആവശ്യം അന്നില്ല. ഫീ ഹാദാ ബയാനു ഹിക്മത്തിൻ ഉഖ്റാ ലിൽ ഇദ്ദ, ഇദ്ദയുടെ മറ്റൊരു ഹിക്മത്തും കൂടി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. തുബയ്യിനുൽ ബറാത്തുർ റഹ്ം ഗൈറു തുബയ്യിനുൽ ഹംല വൽ ബറാത്തുർ റഹ്ം, അതെന്ന് വെച്ചാൽ ഹംലില്ല എന്ന് ബോധ്യാലും റഹ്മ് ബരി ആണെന്ന് ബോധ്യാലും മാത്രമല്ല, അല്ലാത്തൊരു ഹിക്മത്ത് കൂടി ഉണ്ട്. വഹിയ ഇംകാനുൽ മുറാജ, അതാണ് മുറാജത്തിന്റെ സാധ്യത, തിരിച്ചു കൊണ്ടുവരാന്നുള്ള സാധ്യത. ഫഅരിബ ബിദാലിക്, അപ്പൊ മനസ്സിലായി അന്ന തറബ്ബുസൽ മുത്തല്ലഖാത്ത് ബിഅൻഫുസിഹിന്ന ഫീഹി, ഈ ഒരു പീരീഡില് മുത്തല്ലഖാത്ത് വേറൊരു കല്യാണത്തിന് മുതിരാതെ കാത്തിരിക്കണം എന്ന് പറഞ്ഞതിൽ ഫായിദത്തൻ ലഹുന്ന ഫായിദത്തൻ അസ്വാജിഹിന്ന, അവർക്കും ഫായിദുണ്ട്, അവർ തലാഖിലെ ഭർത്താക്കന്മാർക്കും ഫായിദുണ്ട് എന്ന്. വൈന്നമായിക്കുൻ ബഅലുൽ മർഅത്തി അഹഖ ബിഹ, ഇവളുടെ പുരുഷനാണ്, ഭർത്താവാണ് അവളെ തിരിച്ചുകൊണ്ടുവരാൻ കൂടുതൽ അവകാശപ്പെട്ട ആള്. ഈ മധ്യത്തിൽ ഇദ്ദയുടെ പീരീഡിൽ ഇദാ ഖസദ ഇസ്ലാഹ ദാത്തിൽ ബൈൻ വഹുസ്നൽ മുആശറ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പരസ്പര ബന്ധങ്ങൾ നന്നാക്കണം, അതുപോലെ ഹുസ്നുൽ മുആശറ, നന്നായി ഒരുമിച്ച് ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് തിരിച്ചുകൊണ്ടുവരേണ്ടത്. ഇദാ ഖസദ മളാറതഹ വമൻഅഹ മിൻ തസവ്വുജ് ബഅദൽ ഇദ്ദ, എന്നാൽ അവളെ ദ്രോഹിക്കണം, അവളെ ഇദ്ദയ്ക്ക് ശേഷം വേറൊരു കല്യാണം കഴിക്കാതെ അതിന് തടയണം എന്ന പീഡിപ്പിക്കണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ഹത്ത തക്കൂൻ കൽ മുഹല്ലഖ, എന്നിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടമായി അവളാക്കണം. ലാ യുആശിറുഹ മുആശറത്തുൽ അസ്വാജ് ബിൽ ഹുസ്ന, ഭർത്താക്കന്മാർ പെരുമാറുന്ന പോലെ അല്ലൾക്ക് പെരുമാറില്ല. വലാ യുമക്കിൻഹ മിൻ തസവ്വുജ്, എന്നാൽ വേറെ ആൾ കൊടുക്കാനോട്ട് അനുവാദം കൊടുക്കില്ല, സൗകര്യം കൊടുക്കില്ല. അങ്ങനെ കെട്ടിത്തൂക്കിയ ഒരു സാധനം പോലെ ആക്കണം എന്നാണ് ഉദ്ദേശമെങ്കിൽ ഫഹുവ ആസിമുൻ ബൈനഹു വ ബൈനല്ലാഹ്, അവനും
അവന്റെ റബ്ബുമായിട്ട് അവൻ കുറ്റം ചെയ്തു. ബിഹാലിൽ മുറാജ, ആ തിരിച്ചുകൊണ്ടുവരലിലൂടെ അവൻ കുറ്റം ചെയ്തു. ഫലാ യുബാഹുൽ റജുൽ അൻ യറുദ്ദ മുതല്ലഖതഹു ഇലാ ഇസ്മതി, തന്റെ സംരക്ഷണത്തിലേക്ക് വീണ്ടും തന്റെ മുത്തല്ലഖത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പുരുഷന് അനുവാദം ഉണ്ടാവില്ല. ഇല്ലാ ബിറാത്ത് ഇസ്ലാഹി ദാത്തിൽ ബൈൻ, ബന്ധം നന്നാക്കാമെന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമല്ലാതെ. പുനിയത്തിൽ മുആശറ ബിൽ മഅറൂഫ്, ഏറ്റവും മാന്യമായ നിലക്ക് സഹവാസ ജീവിതം ഇനിയും തുടരാമെന്നുള്ള നിയ്യത്തുണ്ടെങ്കിൽ അല്ലാതെ തന്റെ ഇസ്മത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ പാടില്ല. ഇമാം ഇന്നഹു ആസിം ബൈനഹു വബൈനല്ലാഹി തആല, ഈ വ്യക്തി അവനും അള്ളാഹുവും തമ്മിൽ കുറ്റം ചെയ്തു എന്ന് ഇമാം പറഞ്ഞത് ഇത് അവൻ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട ഖഫിയ ഒരു കാര്യത്തിനാണ് ഹറാമായത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. എന്തിനാണ് ഹറാമായത് എന്ന് ചിലപ്പോൾ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. ഖഫിയ ഒരു കാര്യത്തിനാണ്. ഫലം യകുൻ ഷർത്തൻ ഫിൽ ളാഹിർ ലിസിഹത്തി റജഅ, റജഅത്തിന്റെ സിഹത്തിന്, അതായത് തിരിച്ചു കൊണ്ടുവരൽ സഹിയാകുന്നതിന് പ്രത്യക്ഷത്തിൽ ഇതൊരു ഷർത്തല്ല. അതായത് അവര് മനസ്സിലാൻ്റെ ഉദ്ദേശം വേണം, ഇസ്ലാഹു ദാത്തുൽ ബൈൻ വേണം എന്നുള്ളത് ഒരു വാചകമായി പറഞ്ഞൊന്നും കൊണ്ടുവരേണ്ട ഷർത്താക്കി അത് വെച്ചിട്ടില്ല. ഒമാക്കാന മാ സഹാഫിനത്തിൽ ഖാളി യകുൻ ജായിസൻ തദവീൻ ബൈൻ നിസാനി റബ്ബി, ഇതില് ജഡ്ജിമെന്റ് പറയുന്ന ജഡ്ജിന്റെ വീക്ഷണത്തിൽ ശരിയായി തോന്നിയത് എന്താണോ അത് ജായിസാവും. തദവീൻ ബൈൻ നിസാനി റബ്ബി, മനുഷ്യനെ അവന്റെ റബ്ബും തമ്മിലുള്ള ഒരു ദീൻ നിലപാട് എന്നുള്ള നിലക്ക്. ലിഅന്നൽ ഖാദി യഹ്കും ബിൽ ളാഹിർ വല്ലാഹു തവല്ല സറായിർ, കാരണം പ്രത്യക്ഷത്തിൽ എന്തുണ്ടോ ഇവരുടെ ബന്ധത്തിലുള്ളത് അത് അനുസരിച്ച് വിധിക്കാനേ ഖാദിക്ക് പറ്റുള്ളൂ. എന്നാൽ ഇവരുടെ മനസ്സിലെ സ്വകാര്യതകൾ എന്താണുള്ളത് കണ്ടെത്തി അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. ഇദ്ദയുടെ പീരീഡ് കഴിഞ്ഞു മുമ്പുള്ള തിരിച്ചെടുക്കൽ ഉണ്ടല്ലോ, ആ തിരിച്ചെടുക്കൽ ഹലാലാകുന്ന തലാഖിന് വിസമ്മ തലാഖൻ റജഇയ്യൻ, വിസമ്മ അവിടെ മീമിനേഷം ഒരു യാ കൂടി എഴുത്തിൽ വേണം, അതിൽ വന്നിട്ടില്ല. അതിന് റജഇ തലാഖ് എന്നാണ് പറയാം. ഒഹനാക്ക തലാഖുൻ ബായിൻ, പിന്നെ ഒന്നുള്ളത് തലാഖുൻ ബായിനാണ്. അതെന്നുവെച്ചാൽ മുറിഞ്ഞ തലാഖൻ ലാ തഹില്ലു മുറാജാത്തുൽ മുത്തല്ലഖ ബാദ്, അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കൽ പാടില്ല. 3 കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. 2 വട്ടമാണ് തലാഖ് എന്നുള്ള പറഞ്ഞല്ലോ. ആ തലാഖ് മറത്താൻ, ആ തലാഖ് മറത്താന്റെ അർത്ഥം തിരിച്ചെടുക്കാൻ സ്പേസ് ഉള്ള തലാഖ് 2 വട്ടമാണ് എന്നുള്ളതാണ്. അതാണ് തലാഖ് മറത്താൻ. പിന്നെ 3ാമത്തെ ചാൻസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് തസ്രീഹും ബിഹിസാൻ, കൃത്യമായി തീരുമാനിക്കണം. ഒന്നുകിൽ അന്നൽക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക ജീവിതം, അല്ലെങ്കിൽ ഏറ്റവും നല്ലവർക്ക് അവിടെ പിരിച്ചയച്ചു കൊടുക്കുക. ഈ രണ്ടാമതൊരു കാര്യം അന്തിമമായി തീരുമാനിക്കേണ്ടത് ഈ സമയത്താണ്, 2 തലാഖും കഴിഞ്ഞതിന് ശേഷമുള്ള 3ാമത്തെ തൊട്ട് മുമ്പാണ് എന്നാണ്. അപ്പൊ അതാണ് 3 എന്ന് പറഞ്ഞ് 2 എണ്ണമാണ് ഈ ഒരു ചോയ്സ് ഉള്ളത്. അതുകൊണ്ടാണ് തലാഖ് മറത്താൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇക്രുഹി മഹല്ലി, അതിന്റെ സ്ഥാനത്ത് വിശദീകരണമൊക്കെ വരും. ഒമിൻ മബാഹിസ് അല്ലഫ് അന്ന കലിമത്ത് അഹഖു, ഇവിടെ അഹഖു ഏറ്റവും യോഗ്യൻ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഹഖീഖൈനി എന്നാണ്. അവർ 2 പേരും യോഗ്യരാണ്. ആ ഭർത്താവിന് ആ ഭാര്യയും, ആ ഭാര്യക്ക് ആ ഭർത്താവും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും യോഗ്യരാണെന്നുള്ള അർത്ഥമാണ് എന്ന് കമാഖാൽ. ഫലമാക്കാലത്ത് ഇറാത്തുൽ ഇസ്ലാഹി ബിറദ്ദി റജുൽ ഇംറാത്തഹു ഇലാ ഇസ്മതിഹി ഇന്നമാ തതഹഖഖു ബിഅൻ നഖൂമ ബിഹുഖൂഖിഹ. ഒരാള് തന്റെ തലാഖിന്റെ ഭാര്യയെ തന്റെ സംരക്ഷണത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരുമ്പോൾ ഇസ്ലാഹാണ് ഉദ്ദേശിച്ചത് എന്ന് വരലപ്പോഴാണ്. ആ ഇസ്ലാഹാണ് ഉദ്ദേശിച്ചത് എന്ന് വരല് പിന്നീട് അവരുടെ ഹക്കുകൾ അയാൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ്. ഇസ്ലാം ഉദ്ദേശിച്ചത് പ്രസ്താവന ഇറക്കിയിട്ട് കാര്യമല്ല, പിന്നീടുള്ള ജീവിതത്തിൽ അവരുടെ ഹക്കുകൾ ശരിക്കും അയാൾ പിന്നെ പരിപാലിക്കണം. കമാ എൽസം മുഹാൻ തഖ്വ ബിഹുഖൂഖിഹി. അതോടൊപ്പം ഈ പുരുഷനോട് പണ്ടൊരുക്ക തലാഖ് ചൊല്ലിയ ദേഷ്യത്തിന് അവള് പെരുമാറാൻ പാടില്ല. അവളുടെ അടുക്കൽ ബാധ്യത ഉണ്ട്, അയാളുടെ ഹക്കുകൾ ശരിക്കും നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് അവൾക്കും ബാധ്യതയാണ്. ദക്കറ ജല്ല ഷൗനുഹു ഹഖ കുല്ലി മിൻഹു അലൽ ആഖർ. അപ്പോ ഇവിടെ അല്ലാഹു തആല ഓരോരുത്തർക്കും മറ്റൊരാളോടുള്ള കടപ്പാട് കൃത്യമായിട്ടും പറയാണ്. ഇബാറത്തിൻ മുജ്മലത്തിൻ തുഅദ്ദു റുക്ന മിൻ അർക്കാനിൽ ഇസ്ലാഹ് ബിൽ ബശർ. മുജ്മലത്തിൻ എന്നാണ്, അവിടെ ലാമ് വന്നിട്ടില്ല എഴുത്തില്. വളരെ ചുരുങ്ങിയൊരു വാക്കിനാണ് അല്ലാഹു തആല 2 കൂട്ടർക്കുള്ള ബന്ധവും 2 കൂട്ടർക്കുള്ള എന്താ പറയുക ഒബ്ലിഗേഷനും അതോടൊപ്പം തന്നെ റൈറ്റ്സും 2ഉം പറയുന്നത്. ഏറ്റവും നല്ല പ്രയോഗത്തിലാണ് വഹിയ ഖൗലുഹു തആല വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. അറബി ഭാഷന്റെ വല്ലാത്തൊരു പ്രത്യേകത, ലഹുന്ന അലൈഹിന്നുള്ള വാക്കുകൊണ്ട് എല്ലാം കൊണ്ടുവന്നു, ബാധ്യതയും കൊണ്ടുവന്നു, അവകാശം കൊണ്ടുവന്നു. വലഹുന്ന അവർക്ക് അവകാശമുണ്ട്,
വിശുല്ലതി അലഹിന്ന അവർക്ക് ബാധ്യതയുള്ള പോലെ തന്നെ ബിൽ മാറൂഫ്, ആ മാറൂഫ് ചെയ്തു കൊടുക്കാൻ ബാധ്യതയുള്ള പോലെ തന്നെ മാറൂഫ് കിട്ടാൻ അവർക്കും അവകാശമുണ്ട്. ഹാദിഹി കലിമ ജലീല ജിദ്ദൻ, വളരെ ജലീലത്തെ ഒരു വാക്കാണിത്. ജുമഅത്തുൽ ഇജാസിഹ, അത് വളരെ മൂജസാണ്. എന്നാൽ ജമാഅത്തുൽ ഇജാസിഹ വളരെ മൂജസായിരിക്കെ തന്നെ ആ വാക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. മാലായു അദ്ദാബി തഫ്സീൽ ഇല്ലാ ഫി സിഫ്രിൻ കബീർ, വിശദമായി പറഞ്ഞാൽ വലിയൊരു ഗ്രന്ഥത്തിലും കൂടി പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യം വളരെ മൂജസായിട്ട് ഈ വാക്കുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. വഹിയ ഖാഇദ കുല്ലിയ, ഇത് വളരെ കുല്ലിയത്തായ നിയമമാണ്. നാത്തിഖത്തും മിനൽ മർഅത്തി മുസാവിയത്തുൻ റജുൽ ഫി ജമീഇൽ ഹുഖൂഖ്, സകല അവകാശങ്ങളിലും പുരുഷന് തുല്യയാണ് സ്ത്രീ എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഖാഇദയാണ്. ഇല്ല അംറൻ വാഹിദ്, ഒറ്റ കാര്യത്തിലൊഴികെ. അബ്റാൻഹു ബിഖൗലിഹി വലി റിജാൽ അലൈഹിന്ന ദറജ, അവിടെ അള്ളാഹ് പറഞ്ഞു എന്നാൽ അവരെക്കാൾ ഒരു ദർജ പുരുഷനുണ്ട്. പക്ഷേ ഈ ബയാൻ എന്താണെന്നുള്ളത് പിന്നീട് ബയാൻ ചെയ്യും. وقد أحال في معرفة ما لهن وما عليهن على المعروف بين الناس في معاشراتهم ومعاملاتهم في أهلهم, അവർക്ക് അവകാശപ്പെട്ടതും അവർക്ക് ബാധ്യതയുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കുടുംബത്തിൽ അവരുടെ ഇടപാടുകളിൽ പെരുമാറ്റത്തിലൊക്കെ വേണ്ടതെന്ന് അല്ലാഹു തആല വ്യക്തമാക്കി. അമാജിരിയിലെ ഹിർഫുന്നാസ്, എന്നാൽ ജനങ്ങളുടെ പതിവിൽ എന്തൊക്കെ നടക്കണമെന്നുള്ള അതും വ്യക്തമാക്കുന്നുണ്ട്. ഉപ താബിൻ ഷറാഇഹിം വഖായിദിഹിം വാദാബിഹിം വാദാത്തിഹിം, ആ ഉർഫ് ആയിട്ടുള്ള കാര്യം, അവരുടെ നിയമം, അവരുടെ വിശ്വാസം, അവരുടെ അദബ്, ആദത്ത്, ഇതിനൊക്കെ അനുബന്ധമായിട്ട് വരുന്നതാണ്. ഫഹായി ജുംലത്തു തുറത്തി റജുല മീസാൻ, ഈ ഒരു വാക്യം പുരുഷൻ ഒരു മീസാൻ നൽകുന്നുണ്ട്. യജ്റു ബിഹി മുആമലതഹു ലിസൗജി, ആ മീസാനിലൂടെ തന്റെ ഭാര്യയോടുള്ള തന്റെ പെരുമാറ്റം അവൻ അളന്ന് തൂക്കണം. ഫി ജമീഇ ശുഊൻ വൽ അഹ്വാൽ, എല്ലാ കാര്യത്തിലും. ഫഇദാ ഹമ്മ ബിമുതാലബതിഹാ ബിഅംരി മിനൽ ഉമ്മൂർ, അവളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാനുള്ള ഒരു ഉദ്ദേശം അവനുണ്ടായാൽ യതദക്കർ, അവൻ ഓർക്കണം, അല്ലെങ്കിൽ യജിബു അലൈഹി മിസ്ലഹു ബിഇജാഇ, അതേപോലെ തന്നെ താൻ ചെയ്തു കൊടുക്കാൻ ബാധ്യതയും തനിക്കുണ്ട്. ഇങ്ങോട്ടൊരു സാഹചര്യം ആവശ്യപ്പെടുമ്പോൾ അതേപോലെ ചെയ്തു കൊടുക്കാൻ ബാധ്യതയും തനിക്കുണ്ട് എന്ന് അവൻ ഓർക്കണം. വലിഹാദാ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല, അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത് ഇന്നനി ലാ തസയ്യനു ലിംറാത്തി കമാ തതസയ്യനു ലി ലിഹാജിലായ, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി എൻ്റെ ഇബ്രാത്ത് നിൽക്കുന്ന പോലെ അവൾക്ക് വേണ്ടി ഞാനും സുന്ദരനായിട്ട് അണിഞ്ഞൊരുങ്ങാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അലൈഹിൻ നബിൽ മാറൂഫ് എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്നാണ്.